സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉംറ ചെയ്തത്, അതുപോലെ നമുക്കും ഉംറ ചെയ്യണം. പ്രധാനപ്പെട്ട 5 മീഖാത്തുകളാണുള്ളത്. തൊപ്പി, ടവ്വല് പോലെയുള്ളത് കൊണ്ട് തല മറക്കാൻ പാടില്ല. ഹറാമിലാണുള്ളത്. സാധിക്കുന്ന അത്ര തവാഫ് ചെയ്യണം. നമുക്ക് ഏറ്റവും നല്ലത് കാബയുടെ അടുത്ത സ്ഥലം തന്നെയാണ്. കാബയുടെ അടുത്ത സ്ഥലം തന്നെയാണ്. എന്നാലാണ് നമുക്ക് ഹജറുൽ അസ്വദ് എവിടെയാണോ അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുന്നത്. ഭാഗത്ത് പച്ച കളർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. തല മുണ്ടനം ചെയ്യുക. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉംറ ചെയ്തത്, അതുപോലെ നമുക്കും ഉംറ ചെയ്യണം. അവിടുന്ന് ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. നിസ്കാരം കാണിച്ചു കൊടുത്തതിന് ശേഷവും സ്വഹാബികളോട് പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ എപ്രകാരം നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഓരോ ഇബാദത്തുകളും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്ന് അറിയുകയും അത് പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യുന്നതിൽ വലിയ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അവൻ കരുതുകയും വേണ്ടതുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഷറഫാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഓരോന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള നിബന്ധനയുമാണ്. സഹോദരങ്ങളെ, ഉംറ എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ എളുപ്പമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഉംറ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില ഉലമാക്കൾ പറഞ്ഞു ഇത് ഉംറ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്താണ്. എന്നാൽ വേറെ ചിലർ ഉംറ ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ ഉംറയുടെ അടിസ്ഥാനം സുന്നത്താണ് എന്ന രൂപത്തിലും പറഞ്ഞത് കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, ഉംറ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറയും മറ്റൊരു ഉംറയും അതിനിടയിലുള്ള ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നാണ്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഉംറ എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള വലിയ ഒരു ഇബാദത്താക്കി അമലാക്കി മാറ്റി തീർത്തിട്ടുള്ള കാര്യമാണ്. ആ ഉംറ തന്നെ നാം റമദാൻ മാസത്തിലാണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിന് ഹജ്ജ് ചെയ്തതിനുള്ള പ്രതിഫലമുണ്ട് എന്നാണ്. ഒരിക്കലൊരു സ്ത്രീ ഹജ്ജിന് പുറപ്പെടാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഹജ്ജിന് പോകാതിരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ഒട്ടകമേ ഉള്ളൂ. ഒന്ന് അതിലാണ് എൻ്റെ ഭർത്താവും കുട്ടിയും ഒക്കെ സഞ്ചരിക്കുന്നത്, പിന്നീടൊന്ന് നമുക്ക് മറ്റു ആവശ്യങ്ങൾക്കുള്ളതാണ്, യാത്ര ചെയ്യാനായി ഒരു ഒട്ടകമില്ല. അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ ഈ വരുന്ന റമളാനിൽ പോയി ഉംറ ചെയ്യുക. ഉംറത്തുൻ ഫി റമളാൻ തഅദിലു ഹജ്ജ, റമളാൻ മാസത്തിലുള്ള ഉംറക്ക് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് എന്നറിയിക്കുകയാണ്. ഹജ്ജിന് തുല്യമാണെന്നാണ് അവിടുന്ന് അറിയിച്ചത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, അതൊരിക്കലും നമ്മുടെ നിർബന്ധമായ ഹജ്ജിന് പകരമാകുന്നില്ല. പക്ഷേ ഒരാൾ ഹജ്ജ് ചെയ്താൽ എന്താണോ പ്രതിഫലം ലഭിക്കുന്നത് അതിനു പകരമായി റമളാൻ മാസത്തിൽ ചെയ്യുന്ന ഒരു ഉംറക്ക് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഉംറ അത് ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാവുന്ന കാര്യമാണ്. ഉംറക്ക് പ്രത്യേക സമയമില്ല. വർഷത്തിൽ ഏത് ദിവസവും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരാൾക്ക് ഉംറ നിർവഹിക്കാം. എന്നാൽ റമദാൻ മാസത്തിലുള്ള ഉംറക്ക് അതിന് പ്രത്യേകമായ പ്രതിഫലവുമുണ്ട്. ശരി, നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉംറയുടെ രൂപം അത് വളരെ എളുപ്പമാണ്. നിസ്കാരത്തിന് 14 റുക്കുനുകൾ ഉണ്ടെങ്കിൽ ഉംറക്ക് വെറും 3 റുക്കുനുകളാണ്. എന്നാണ് റുക്കുനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതൊരു ഇബാദത്തിൻ്റെയും റുക്കുൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണായി നിൽക്കുന്ന അഭിവാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ, അതില്ല എങ്കിൽ ആ അമൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരുകയില്ല. അത് മറന്നിട്ടോ അതല്ലെങ്കിൽ മനഃപൂർവ്വമോ ഉപേക്ഷിക്കാവതല്ല, നിർബന്ധമായും അത് നിർവഹിക്കേണ്ട കാര്യമാണ്. ഉംറയെ സംബന്ധിച്ചിടത്തോളം 3 റുക്കുനുകൾ മാത്രമാണുള്ളത്. ഒന്നാമത്തേത് ഇഹ്റാമാണ്, രണ്ടാമത്തേത് ഉംറയുടെ 7 ത്വവാഫാണ്, മൂന്നാമത്തേത് ഉംറയുടെ 7 സഅയാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ ഉംറക്ക് മറ്റൊരു റുക്കുനില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതിൽ ഉംറയുടെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് ഉംറയിൽ പ്രവേശിക്കുന്ന നീയത്തിനാണ് പറയുന്നത്. ആ നീയത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്, അതല്ലാതെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിനല്ല. ത്വവാഫും സഅയും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നീടുള്ളത് ഉംറയുടെ വാജിബുകളാണ്. ഉംറക്ക് 2 വാജിബുകളാണുള്ളത്. വാജിബുകൾ എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം നമുക്ക് ഉപേക്ഷിച്ചുകൂടാ. എന്നാൽ നഷ്ടപ്പെട്ടാൽ അത് റുക്കിന് നഷ്ടപ്പെട്ടതുപോലെയല്ല, മറിച്ച് അതിനു പകരമായി മക്കയിൽ ഒരു ബലിയറുത്ത് കഴിഞ്ഞാൽ അത് ശരിയാകുന്നതാണ്. അത് മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യലാണ്. മീഖാത്തിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്യുക എന്നുള്ളത് വാജിബാണ്. ഇഹ്റാം ചെയ്യൽ റുക്കിനാണ്, പക്ഷെ അത് മീഖാത്തിൽ വെച്ച് തന്നെ ചെയ്യൽ വാജിബായ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നീട് വരാം. അതേപോലെ ഉംറയുടെ അവസാനത്തിൽ മുടി വടിക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുക എന്നുള്ളത് അതും വാജിബായ കാര്യമാണ്. ഉംറയുടെ സുന്നത്തുകൾ ഇതല്ലാത്ത കാര്യങ്ങളെല്ലാം ഉംറയുടെ സുന്നത്താണ്. അപ്പൊ ഈ 3 റുക്കുനുകൾ നമ്മൾ പറഞ്ഞു. ഇഹ്റാം എന്ന് പറയുന്ന നീയത്ത്, ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മീഖാത്തിൽ വെക്കുന്ന നീയത്ത്, അതാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഉംറയുടെ 7 ത്വവാഫ്, അതേപോലെ 7 സഅയ്, ഇതാണ് റുക്കുനുകൾ. വാജിബുകൾ 2 ഒന്ന് മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യൽ, 2 ഉംറയുടെ അവസാനത്തിൽ മുടി വടിക്കുകയോ ചെറുതാക്കുകയോ ചെയ്യൽ. ഇതല്ലാത്ത ഉംറയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉംറയുടെ സുന്നത്തുകളാണ്. സഹോദരങ്ങളെ, നാം പൂർണ്ണമായി എല്ലാ സുന്നത്തുകളും നമ്മുടെ ഉംറയിൽ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഉംറ നിർവഹിക്കേണ്ടത്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്ന് വെച്ചാൽ, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു റുക്കനാണെങ്കിൽ നമുക്ക് ആ റുക്കന് ചെയ്താൽ മാത്രമേ നമ്മുടെ ഉംറ ശരിയാവുകയുള്ളൂ. ത്വവാഫ് ഒരാൾ മറന്നു കഴിഞ്ഞാൽ ആ ത്വവാഫ് ചെയ്യാതെ അയാളുടെ ഉംറ ശരിയാവുകയില്ല. എന്നാൽ മറന്നത് വാജിബാണെങ്കിൽ, അത് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ പകരം ഒരു ആടിനെ അറുത്താൽ അയാളുടെ ഉംറ ശരിയാക്കുന്നതാണ്. എന്നാൽ സുന്നത്താണ് ഒരാൾ മറന്നുപോയതെങ്കിൽ, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടത്, അത് അവരുടെ ഉംറയെ ഒരു നിലക്കും ബാധിക്കുകയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് വേർതിരിച്ച് ഉംറയുടെ റുക്കൻ ഇന്നതാണ്, വാജിബ് ഇന്നതാണ്, സുന്നത്ത് ഇന്നതാണ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ ഇഹ്റാം കെട്ടലാണ്. ഇഹ്റാം, ഉംറയിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിനാണ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് ചുറ്റുമായി ഇഹ്റാമിലേക്ക് പ്രവേശിക്കാനായി മീഖാത്തുകളെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പ്രവേശിക്കാനുള്ള അതിർത്തിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അത് മക്കൾക്ക് ചുറ്റും 5 സ്ഥലങ്ങളാണുള്ളത്. മക്ക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏകദേശം നടുഭാഗത്താണ്. ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതാത് അവരുടെ വഴിയിലേക്ക് ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് അവൻ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. അതിനുശേഷം ആ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഹലാലായ ഒരുപാട് കാര്യങ്ങൾ അവന് നിഷിദ്ധമായി തീരുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വഴിയെ പറയുന്നതാണ്. നേരത്തെ ഹലാലായ ഒരുപാട് കാര്യങ്ങൾ അവൻ നിഷിദ്ധമായി തീരുകയാണ്. പവിത്രതയോടുകൂടി ഉംറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി അവൻ ഇഹ്റാമിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട 5 മീഖാത്തുകളാണുള്ളത്. ഒന്ന് മദീനക്കാരുടെ മീഖാത്തായ ദുൽഹുലൈഫ എന്ന് പറയുന്ന അബിയാർ അലി എന്നറിയപ്പെടുന്ന ഒരു മീഖാത്താണ്. അത് മദീനക്കാർക്കും ആ മദീനയുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ രാജ്യക്കാർക്കും ആ മീഖാത്താണ് വരിക. ജോർദാൻ പോലെയുള്ള ആ രാജ്യത്ത് ആ ഭാഗത്തുനിന്ന് ആരൊക്കെയാണോ വരുന്നത് അവർക്കെല്ലാം ദുൽഹുലൈഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതാണ് മക്കയിൽ നിന്നും ഏറ്റവും ദൂരമുള്ള മീഖാത്ത്. മക്കയിൽ നിന്നും ഏറ്റവും ദൂരമുള്ള മീഖാത്ത് അത് മദീനക്കടുത്തുള്ള അബിയാർ അലി എന്ന് പറയുന്ന ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്താണ്.
കാരണം ഏകദേശം 450 കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് മക്കയിലേക്ക്. ബാക്കിയുള്ള മീക്കാത്തുകളെല്ലാം അടുത്ത് തന്നെയാണ്. ഇതാണ് ഏറ്റവും ദൂരെ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ജുഹ്ഫ, ഇന്നത്തെ റാബിഗ് എന്ന് പറയുന്ന, ജിദ്ദയിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് റാബിഗ് എന്ന് പറയുന്ന സ്ഥലം. അത് മിസ്റുകാർക്ക്, ഈജിപ്തിലുള്ള ആളുകൾക്ക്, അതേപോലെ ഷാമുകാർക്ക്, സിറിയ, ആ രൂപത്തിലുള്ള ആളുകൾക്കൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അത് മക്കയിൽ നിന്ന് 183 കിലോമീറ്ററുകളുണ്ട്. അപ്പൊ അതിലൂടെ വരുന്ന ആളുകളൊക്കെ അവിടെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിർത്തുകയും ഇഹ്റാമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെയ്ത് അവർ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് മക്കയിലേക്ക് പുറപ്പെടുക. മൂന്നാമത്തേത് ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന കാര്യം. പൊതുവെ കൂടുതൽ മലയാളികൾക്കും ആവശ്യമായി വരുന്ന ഒരു മീഖാത്ത് ഇത് തന്നെയാണ്. ഒന്ന് മൂന്നാമത്തെ ഈ ഖർനുൽ മനാസിൽ, കാരണം ഇത് നജ്ദുകാർക്കും അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലൂടെ അവിടെയൊക്കെ താമസിച്ചു വരുന്ന ആളുകൾക്കുമുള്ള മീഖാത്താണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അത് UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ദമാം, റിയാദ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വസിക്കുന്ന ആളുകൾക്കാകട്ടെ, ഇവരെല്ലാം മക്കയിലേക്ക് എത്തുന്നത് ഈ ഒരു പ്രദേശത്തെ കൂടിയായിരിക്കും. ഖർനുൽ മനാസിൽ അല്ലെങ്കിൽ സൈലുൽ കബീർ എന്ന് പറയുന്ന തായിഫിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അത് മക്കയിൽ നിന്ന് വെറും 75 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്, ഏകദേശം അത്രയാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. നാലാമത്തേത് സഹോദരങ്ങളെ യലംലം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സഅദിയ എന്നറിയപ്പെടുന്ന ഒരു മീഖാത്താണ്. അത് യമൻകാർക്കുള്ളതാണ്. യമൻകാർക്കും അതിലൂടെ പ്രവേശിക്കുന്ന, ആ ഭാഗത്തുകൂടെ പ്രവേശിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളതാണ്. ഇത് മക്കയിൽ നിന്നും 92 കിലോമീറ്റർ മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മീഖാത്ത് ഇതാണ്. ഇന്ത്യക്കാരനായ ഒരാൾ വാഹനത്തിലോ നടന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റോ പോവുകയാണെങ്കിൽ അവരുടെ മീഖാത്ത് യഥാർത്ഥത്തിൽ ആ റൂട്ടിലാണ് അവർ പോകുന്നതെങ്കിൽ അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഇന്ന് വിമാനമാർഗത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മീഖാത്തിന്റെ മുകളിലൂടെ പോകുക എന്നുള്ളതല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വിമാനവുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അവസാനത്തേത്, അഞ്ചാമത്തേത് ഇറാഖുകാർക്കുള്ളതാണ്. ഇറാഖുകാർക്കും അല്ലെങ്കിൽ ഇറാഖിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കുമുള്ള മീഖാത്താണ്. അതിന് ദാത്തു ഇർഖ് എന്നാണ് പറയുക. ദരീബ എന്ന പേരുള്ള ദാത്തു ഇർഖ് എന്ന് ആദ്യം അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ് സഹോദരങ്ങളെ ഇറാഖുകാർക്കും അതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കുമുള്ളത്. അത് മക്കയിൽ നിന്ന് വെറും 94 കിലോമീറ്റർ മാത്രം അപ്പുറത്താണുള്ളത്. ഇത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. നമുക്കതിന്റെ കൃത്യമായി അതിന്റെ മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മക്കയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും. അത് ഓരോന്നും ഓരോ വ്യത്യാസമാണ്. എല്ലാം ഒരു വൃത്താകൃതിയിലൊന്നും അല്ല ഉള്ളത്. ഓരോ മീഖാത്ത് ഒന്ന് ഈ പറഞ്ഞ കിലോമീറ്റർ എടുത്തു നോക്കിയാൽ മതി. ഒന്ന് 75 കിലോമീറ്ററുള്ള സ്ഥലമുണ്ട്, 90 ഉണ്ട്, 100 ചില്ലറ ഉണ്ട്. മദീനയിലാണെങ്കിൽ 450. ഒരു ഭാഗത്തേക്ക് കൂടുതലാണ്, ഒരു ഭാഗത്തേക്ക് കുറവാണ്. ആ രൂപത്തിലൊക്കെയാണ് സഹോദരങ്ങളെ മീഖാത്ത് ഉള്ളത്. അപ്പൊ ഇത് മീഖാത്തിന്റെ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരിക. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്. അവരെവിടെയുള്ള ആളുകളാണ്? അവർ മീഖാത്തിന്റെയും ഹറം പ്രദേശത്തിന്റെയും ഇടയിൽ താമസിക്കുന്ന ആളുകളാണ്. അല്ലെ, അങ്ങനെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആളുകളെ മൂന്നായിട്ട് വേർതിരിക്കാം. ഒന്ന് മക്കയിലെ ഹറം പ്രദേശത്തിനകത്ത് വസിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ഈ ഹറം പ്രദേശത്തിന്റെ പുറത്ത് മുതൽ ഈ പറയുന്ന മീഖാത്ത് വരെയുള്ള സ്ഥലങ്ങൾ, 4 ഭാഗത്തും ഉണ്ടാകും. എല്ലാ ഭാഗത്തും ഇങ്ങനെ താമസിക്കുന്നുണ്ടാകും. ഈ മീഖാത്ത് വരെയുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തേത് ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും ഈ മീഖാത്തിന് പുറത്ത് ഉള്ള വസിക്കുന്ന ആളുകളെ മീഖാത്തിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ടാകും. ഈ 3 വിഭാഗം ആളുകളുണ്ടാകും. ഒന്നാമത്തെ വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവർ പല ദൂര ദിക്കുകളിൽ നിന്ന് വരുമ്പോൾ ഏത് മീഖാത്തിലൂടെയാണോ അവർ വരുന്നത് ആ മീഖാത്തിൽ വെച്ച് അവരെന്ത് ചെയ്യുക, അവർ ഹറാം കെട്ടുക എന്നാണ്. അത് ഇപ്പോൾ ഇന്ന ആളുകൾക്ക് ഇന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാത്രമേ അവർക്ക് ചെയ്യാവൂ എന്നല്ല. ഇന്ന രാജ്യക്കാർക്ക് ഇന്ന സ്ഥലമാണ് എന്നല്ല. ആ രാജ്യക്കാരൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ പോയി വേറൊരു വഴിക്കൂടെ വരികയാണെങ്കിൽ അവനതാണ്. ഉദാഹരണത്തിന് ഇന്ത്യക്കാരന് നമ്മൾ പറഞ്ഞു മീഖാത്ത് വേറെയാണ്. പക്ഷേ നമ്മളിൽ ഒരാൾ മദീന വഴിയാണ് മക്കയിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് മദീനക്കാരുടെ മീഖാത്തായിരിക്കും നമുക്ക് പറ്റുക. നമ്മളല്ല ദമാമിലോ റിയാദിലോ ഒക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഉംറക്ക് പോകുന്നതെങ്കിൽ ദമാം റിയാദ് കയറുന്ന സൈലുൽ കബീറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് അവിടെ നിന്ന് മീഖാത്തിൽ പ്രവേശിക്കുക. അപ്പോൾ എവിടെയാണോ, ഏത് വഴിയിലൂടെയാണോ നമ്മൾ മക്കയിലേക്ക് എത്തുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ മീഖാത്തുകൾ വരിക. ഇതൊക്കെ മീഖാത്തിന് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. രണ്ടാമത്തെ വിഭാഗം മീഖാത്തിനകത്ത് നിന്നും ഹറം പ്രദേശം എത്തുന്നതിൻ്റെ ഇടയിൽ വസിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ എത്രയും പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ ജിദ്ദക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ജിദ്ദ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ മദീനയിൽ നിന്ന് മക്ക റൂട്ടിലേക്ക് വരുമ്പോഴുള്ള സ്ഥലമാണ്. അതിനിടയിൽ അല്പം മാറിയിട്ടുള്ള സ്ഥലമാണ് ജിദ്ദ. അതല്ലെങ്കിൽ റാബിഗ് വഴി, റാബിഗുകാർക്ക് ഒരു മീഖാത്ത് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈജിപ്തുകാരുടെ മീഖാത്താണ്. പക്ഷേ റാബിഗൊക്കെ വിട്ട് കഴിഞ്ഞ് ഇപ്പുറത്തേക്കാണ് ജിദ്ദ വരുന്നത്. അപ്പൊ ജിദ്ദ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും
ഒരു മീഖാത്തിന്റെയും ഹറം പ്രദേശത്തിന്റെയും, അത് മക്കയുടെ ഹറമിന്റെയും ബൗണ്ടറിയുടെയും ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, ഇത് ജിദ്ദക്കാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും, ഇപ്പൊ തായിഫുകാർക്കാണെങ്കിൽ അങ്ങനെ ആകട്ടെ, ആരാകട്ടെ, ഈ തായിഫിന്റെയും അപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആരാകട്ടെ, ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം മീഖാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് അവരുടെ വാസസ്ഥലമായിരിക്കും. ഇപ്പൊ ഒരു ജിദ്ദക്കാരൻ ഉംറ ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു മീഖാത്ത് പോകേണ്ട ആവശ്യമില്ല. അവൻ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? അവന്റെ റൂമിൽ നിന്നാണ്. അവന്റെ റൂമിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്യുക. റൂമിൽ നിന്ന് തന്നെ കുളിച്ച് വൃത്തിയായി, നമ്മൾ ഇഹ്റാമിൽ പറയുന്ന സുന്നത്തുകളുണ്ട്, അതൊക്കെ റൂമിൽ നിന്ന് ചെയ്തിട്ട് അവൻ പുറപ്പെടുകയാണ് ചെയ്യുക. അത് പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാമത്തെ വിഭാഗം ആരാണ്? മക്കയുടെ ഹറം പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവും. മക്കക്കാരൻ ഉണ്ടാവും, ജനിച്ചു വളർന്ന മക്കക്കാരുണ്ടാകും. അതല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജോലി എടുക്കാനൊക്കെ പോയി മക്കയിൽ താമസിക്കുന്ന മുഖീമീങ്ങളുണ്ടാവും. അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്, ഇഖാമയിലൊക്കെ കഴിയുന്ന ആളുകളുണ്ടാവും. ഈ രണ്ടു കാര്യം മക്കക്കാരുടെ ഹുക്കുമാണ്. അവർ ഹറം പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അവർ ഏറ്റവും അടുത്തുള്ള ഹില്ലിലേക്ക് പോവുകയാണ് വേണ്ടത്. അതായത് പ്രദേശങ്ങളെ ഹറം പ്രദേശവും ഹറം പ്രദേശം അല്ലാത്ത മുഴുവൻ പ്രദേശങ്ങളെ ഹില്ല് എന്നാണ് പറയുക. ഹറം പ്രദേശം അല്ലാത്ത സ്ഥലം, അത് ഏറ്റവും അടുത്തുള്ള ഹില്ല് ഏതാണ്, അതിലേക്ക് പോവുക. എന്താണ് ഏറ്റവും അടുത്തുള്ള ഹില്ല് എന്ന് പറയുന്നത്? ഈ ഹറം പ്രദേശവും ഒരു വൃത്താകൃതിയിലല്ല ഉള്ളത്, കാബയ്ക്ക് ചുറ്റും ഒരു വട്ടത്തിലല്ല ഉള്ളത് ഹറം പ്രദേശം. ചില ഭാഗം കുറച്ച് ദൂരെയാണ് ഹറം പ്രദേശം. ഏറ്റവും അടുത്തുള്ളത് അത് തൻഈമാണ്, മസ്ജിദ് ആയിഷ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹറമിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഭാഗം. അപ്പൊ മക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയിഷ പള്ളിയിലേക്ക് പോകുക, അല്ലെങ്കിൽ ആ പറയുന്ന പ്രദേശത്ത് എവിടെ, ഒരു പള്ളിയിൽ തന്നെ പോകണമെന്നില്ല, ആ ഹറമിന്റെ പുറത്തേക്ക് പോകുക. അവിടുന്ന് എന്ത് ചെയ്യുക? അവൻ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് തിരിച്ച് എന്ത് ചെയ്യുക? കാബയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് രൂപത്തിലുള്ള ആളുകളുടെ മീഖാത്ത് എവിടെ നിന്നാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇഹ്റാം ചെയ്യുമ്പോഴുള്ള ഒരുക്കത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇഹ്റാം ചെയ്യുമ്പോഴുള്ള ഒരുക്കം നമ്മൾ മനസ്സിലാക്കുക, ഇത് മീഖാത്തിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്, മീഖാത്തിൽ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളെ നാട്ടിൽ നിന്നും പോകുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഫ്ലൈറ്റ് മാർഗമല്ലാതെ നമ്മൾ പോവുകയില്ല, സംശയമില്ല, ഫ്ലൈറ്റ് മാർഗത്തിലാണ് നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് മീഖാത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. നമ്മൾ നേരെ പോയി ജിദ്ദയിലായിരിക്കും ഇറങ്ങുക, ഏറ്റവും അടുത്ത് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ മദീനയിലായിരിക്കും ആളുകൾ ഇറങ്ങുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുകയില്ല, നമുക്ക് മീഖാത്ത് കിട്ടുകയില്ല. അപ്പൊ മദീനയിൽ ഇറങ്ങുന്ന ആളുകൾക്ക് മദീന മീഖാത്ത് കിട്ടും, പക്ഷെ ജിദ്ദയിൽ ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീഖാത്ത് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, എയർപോർട്ടിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഒരാൾക്ക് ചെയ്യാവുന്നതാണ്, എയർപോർട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. കാരണം ഫ്ലൈറ്റിൽ നിന്ന് എന്തായാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. നമുക്കറിയാം ഫ്ലൈറ്റിന്റെ അതിന്റെ ബാത്റൂമിന്റെയും മറ്റൊക്കെ അവസ്ഥ നമുക്കറിയാം, വളരെ ഞെരുക്കമുള്ള ഒരു അവസ്ഥയാണ് അവിടെ. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന്, നമ്മൾ വൃത്തിയിൽ കുളിക്കുക എന്നുള്ളതാണ്. നല്ല വൃത്തിയിൽ കുളിക്കുക. ഇപ്പൊ കുളിക്കുന്ന സമയത്ത് പൊതുവെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ നമ്മുടെ കക്ഷരോമം വടിക്കുക പോലെയുള്ള ഗുഹ്യഭാഗങ്ങളുടെ രോമങ്ങളൊക്കെ കളയുക എന്നുള്ള ചില കാര്യങ്ങൾ അത് വൃത്തിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ ഉമ്രക്കത് ചെയ്യൽ നിർബന്ധമോ അങ്ങനെയൊന്നുമില്ല. ഒരാൾ പെട്ടെന്ന് അത് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് ഉമ്രയെ ബാധിക്കുക, പ്രതിഫലം കുറഞ്ഞു പോകുക, അങ്ങനെയൊന്നുമില്ല. ഒരു വൃത്തിയുടെ ഭാഗം എന്നുള്ള നിലക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇഹ്റാമിലെ വസ്ത്രത്തിലാകാതെ പുരുഷന്മാരെന്ത് ചെയ്യുക? സുഗന്ധം പൂശുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ശരീരമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ നല്ല അത്തറോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരഭാഗത്തും നമ്മുടെ താടിയിലും മുടിയിലും ശരീരഭാഗത്തും ഒക്കെ നമുക്ക് പുരട്ടാം. നമ്മൾ ഉമ്രയുടെ വസ്ത്രത്തിലാക്കരുത്, നമ്മൾ വസ്ത്രത്തിൽ പോയി പുരട്ടരുത്. പിന്നീട് നമ്മൾ അതിന് മുകളിൽ വസ്ത്രം ഉടുക്കുമ്പോൾ, ഉമ്രയുടെ വസ്ത്രം ഉടുക്കുമ്പോൾ അതിലാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വസ്ത്രത്തിൽ പുരട്ടാൻ പാടില്ല. മറിച്ച് നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നായിരിക്കും ചിലപ്പം ചെയ്യുക, വീട്ടിൽ നിന്ന് ചെയ്യുക. മൂന്നാമതിന് ശേഷം നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. ഇപ്പം ഇഹ്റാമിന് ഒരു പ്രത്യേക വസ്ത്രമുള്ളത് നമുക്കറിയാം, അത് പുരുഷന്മാർക്കാണ്. ഈ സുഗന്ധം പൂശേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്ത്രീകൾക്കില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഗന്ധം പൂശൽ അനുവദനീയമാണ്. എവിടെ? വീട്ടിൽ മാത്രം. അന്യ പുരുഷന്മാരില്ലെങ്കിൽ അവർക്ക് അനുവദനീയമാണ്, വീട്ടിൽ അനുവദനീയമാണ്. പക്ഷേ നമ്മളിത് നമുക്കറിയാം, നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്, നമ്മളെ വണ്ടിയിലോ അങ്ങനെയൊന്നല്ല, നമ്മൾ എന്തായാലും അന്യ പുരുഷന്മാരും മറ്റൊക്കെയുള്ള ഇടയിലാണ് പോകുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ സുഗന്ധം പൂശാൻ പാടില്ല, അത് അവർക്ക് നിഷിദ്ധമായി തീരും. ഇനി ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. പുരുഷന്മാർക്ക് നമുക്കറിയാം, നമ്മൾ പൊതുവെ എല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉടുക്കാനുള്ള ഒരു തുണിയും ഒരു മേൽമുണ്ടുമാണുള്ളത്, ഒരു ഇസാറും ഒരു റിദാവുമാണുള്ളത്. 2 വസ്ത്രം മാത്രമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മൂന്നാമതൊരു വസ്ത്രമില്ല. അടിവസ്ത്രം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ഈ 2 വസ്ത്രം മാത്രമേ
പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കാവുന്ന വസ്ത്രം ഏതും ധരിക്കാം. ഉള്ളിൽ എന്താണ് അവർ ധരിക്കുന്നത് ആ വസ്ത്രം അവർക്ക് ധരിക്കാം. പുറത്തേക്ക് അവർ പർദ്ദയാണ് ധരിക്കുന്നത്, അതങ്ങനെ തന്നെ ധരിക്കാം. എന്നാൽ കയ്യുറയും നിഖാബും ധരിക്കാൻ പാടില്ല എന്നാണ്. കൈക്ക് പ്രത്യേകമായി ധരിക്കുന്ന വസ്ത്രമാണ് എന്ത്? കയ്യുറ. അത് പാടില്ല. മുഖത്തിന് പ്രത്യേകമായി തലയിൽ കെട്ടുന്ന ഒരു കാര്യമാണ് നിഖാബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പാടില്ല. കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാന്ദർഭികമായി പറയുകയാണ്, പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഖാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിഖാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്യപുരുഷന്മാരുടെ സാന്നിധ്യം തീർച്ചയായിട്ടുമുള്ള ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, അതല്ല പഴയ കാലത്തും അവർ എന്ത് ചെയ്തിരുന്നു? പുരുഷന്മാരുണ്ടാകുന്ന സമയത്ത് നിഖാബ് അല്ലാത്ത വല്ലതും കൊണ്ട് മുഖം മറച്ചിരുന്നു എന്നാണ്. അഥവാ തലയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിലുള്ളൊരു തുണി അതിന് താഴേക്ക് ഇങ്ങനെ ഇടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി വല്ല പിന്നോ മറ്റോ ഒക്കെ കുത്താം. അതല്ലെങ്കിൽ ആ നിലക്ക് എങ്ങനെയാണോ അവർക്ക് സാധ്യം? നിഖാബ് ഉപയോഗിക്കരുത്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ സോക്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ കാല് മറച്ചാൽ തെറ്റില്ല. ഇപ്പം നമ്മൾ ഇഹ്റാമിലുള്ളൊരു വ്യക്തി അയാളുടെ കാല് മറച്ചാൽ വല്ല തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല. അയാളിപ്പോൾ മക്കയിലേക്ക് പോയി കുറച്ചു നേരം കിടന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് പുതപ്പിട്ട് കാല് മറച്ചാൽ ഒരു കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. സോക്സ് ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാല് മറച്ചാൽ കുഴപ്പമില്ല. ഇപ്പം തൊപ്പി ധരിക്കാൻ പാടില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കുടവ് ചൂടിയാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആരും അതും തലമറയും. കുട ചൂടിയാൽ പ്രശ്നമില്ല. അപ്പം അതുപോലെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീയുടെ കാര്യം പ്രത്യേകമായി കൂടുതൽ വരുന്നതാണ്. കാരണം അതിന് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടരും ഒക്കെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഹ്റാമിലായിരിക്കെ ഞങ്ങളുടെ അടുത്തുകൂടി യാത്രാ സംഘങ്ങൾ കടന്നു പോകുമായിരുന്നു. മറ്റുള്ള പുരുഷന്മാരും മറ്റൊക്കെ പോകും. അവർ നമ്മുടെ അരികിലെത്തുമ്പോൾ അവർ എന്ത് ചെയ്യും? നമ്മുടെ തലയിൽ നിന്നും നമ്മുടെ ജിൽബാബ് എടുത്ത് താഴേക്കിടും. അവർ കടന്നുപോയാൽ ഞങ്ങൾ അവർ വെളിവാക്കുകയും ചെയ്യുമെന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞത്, സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരില്ലെങ്കിൽ അവർ മുഖം തുറന്നു തന്നെ ഇടണം. അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? മുഖം അത് ഈ പറയുന്ന നിഖാബ് അല്ലാത്തത് കൊണ്ട് മറക്കണം. ഇത് പ്രത്യേകിച്ചും മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരാണ് ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദായിമ, ഉന്നത പണ്ഡിത സഭയും, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ വിഷയത്തിൽ ഇങ്ങനെ ഫത്വ നൽകിയത് കാണാം. ഇത് ഞാൻ പറയാൻ കാരണം, ചില ഗ്രൂപ്പുകളെങ്കിലും എന്ത് ചെയ്യും? സ്ഥിരമായി മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളെ ഉംറക്ക് പോകുമ്പോൾ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിഖാബ് ഒഴിവാക്കി പൂർണ്ണമായി മുഖം തുറന്നിരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. അത് തെറ്റാണ്. അവരുടെ അറിവില്ലായ്മയാണ് ആ കാര്യം കാണിക്കുന്നത്. ഒരിക്കലും നിഖാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ലാതെ മുഖം മറക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. മറിച്ച് മറ്റു വല്ലതും കൊണ്ട് അവർക്ക് മുഖം എന്ത് ചെയ്യാൻ പറ്റും? താഴ്ത്തിയിടാൻ പറ്റും. ആ താഴ്ത്തിയിടുന്ന തുണി മുഖത്തിന് തട്ടുന്നതുകൊണ്ടും കുഴപ്പമില്ല. കാണാൻ പറ്റും ചില ഹറമിലൊക്കെ ചില ആളുകൾ മുഖത്തേക്ക് തുണി തട്ടാൻ പാടില്ല എന്ന് വെച്ച് വേറെ വല്ലൊരു കമ്പി വളച്ച് കെട്ടിയതുപോലെ വെച്ചിട്ട് അതിന് മുകളിലൊക്കെ തുണിയിടാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഇഹ്റാമിലായിരിക്കെ ചെയ്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെയ്ത കാര്യം കൂടെ പറയുമ്പോൾ പിന്നെ അതിനും വലിയ തെളിവ് എന്താണ് വേണ്ടത്? അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മുഖം മറക്കാൻ അനുവാദമുണ്ട്. അവിടെ നിഷിദ്ധമാകുന്നത് നിഖാബ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ഇപ്പം കയ്യിൽ ഗ്ലൗസ് ഇടാൻ പാടില്ല, പക്ഷേ കൈ ഈ പറയുന്ന ജിൽബാബിൻ്റെ ഉള്ളിൽ കൈ വെക്കാൻ പാടില്ലേ? പാടുണ്ട്. കൈ ആ രൂപത്തിൽ അവർക്ക് ഉള്ളിലേക്ക് വെക്കാം. കയ്യിൽ ഗ്ലൗസ് ഇടാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ വിഷയം സാന്ദർഭികമായി പറഞ്ഞതാണ്. അതല്ല എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാധാരണ അവർ ധരിക്കാവുന്ന എല്ലാ വസ്ത്രങ്ങളും, അത് പർദ്ദയും അതൊക്കെ അതേ രൂപത്തിൽ തന്നെ അവർക്ക് ധരിക്കാവുന്നതാണ്. പുരുഷന്മാരെ പോലെയുള്ള മറ്റു വിലക്കുകൾ അവർക്കില്ല. ശേഷം നാലാമത്തെ കാര്യം, അത് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പോകുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ത് ചെയ്യുക? എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ എവിടെയാണ് വരിക? നമ്മൾ ആകാശത്ത് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് റെഡിയായിട്ട് വരും. നാലാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ മീക്കാത്തിൻ്റെ ഏകദേശം മുകളിലേക്ക് എത്താൻ വേണ്ടി കാത്തുക്കും. ഈ പറയുന്ന നാലാമത്തെ പോയിന്റ് നമ്മൾ എവിടെ നിന്നായിരിക്കും ചെയ്യുക? നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവും. കുളിക്കുക, അത്ര പൂശുക, വസ്ത്രമൊക്കെ ധരിക്കുക, ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യും. എന്നിട്ട് നാലാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത് എവിടുന്നാണ്? അത് ആകാശത്ത് ഇഹ്റാം കെട്ടുന്നത് എവിടുന്നാണ്? അത് ആകാശത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം നമ്മുടെ മീക്കാത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ
അപ്പോൾ അത് ജിദ്ദയിലേക്ക് എത്തുന്നതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം, ഏകദേശം 20-25 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 20 മിനിറ്റിലൊക്കെയാണ്. പക്ഷെ അത് സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമേ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിലും തുടർന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ ഒക്കെ നിക്കാബ് അപ്പോഴൊക്കെ ഉപയോഗിക്കാം. കാരണം ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിക്കാബ് പോലെ ഒഴിവാക്കൽ നമുക്ക് എന്തുള്ളൂ, ബാധ്യതയുള്ളൂ. അതുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്തൊക്കെ സ്ത്രീക്ക് എന്ത് ചെയ്യാം, നിക്കാബൊക്കെ ഉപയോഗിക്കാം. കാരണം നമ്മൾ മീക്കാത്തിൽ എത്തിയിട്ടില്ല. സാധാരണ ഈ പറയുന്ന കാര്യമൊക്കെ മീക്കാത്ത് നിന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ മീക്കാത്തിൽ എത്തിയില്ല, വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അടിവസ്ത്രം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ധരിക്കാം, കുഴപ്പമില്ല. പക്ഷെ എവിടുന്ന് ഒഴിവാക്കേണ്ടി വരും? മീക്കാത്തിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒഴിവാക്കേണ്ടി വരും. ഏകദേശം ഫ്ലൈറ്റിന് അരമണിക്കൂർ മുമ്പ് ഒഴിവാക്കേണ്ടി വരാം. ചിലപ്പോൾ അത് സാധ്യമാവാത്തത് കൊണ്ട് നേരത്തെ തന്നെ അതൊക്കെ ചെയ്തു പോരാം എന്ന് മാത്രം. അപ്പം ആകാശത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ഏകദേശം അരമണിക്കൂർ മുമ്പ് എത്തുന്ന സമയത്ത് ചില ഫ്ലൈറ്റുകൾ, സൗദി എയർലൈൻസും മറ്റു പോലെയുള്ള ഫ്ലൈറ്റുകൾ അത് കൃത്യമായി അറിയിക്കും. അവർ അനൗൺസ്മെന്റ് ഉണ്ടാകും, ഇങ്ങനെ മീക്കാത്തിലൂടെ ഇപ്പോൾ കടന്നു പോകും, എല്ലാവരും എന്ത് ചെയ്യുക, തൽബിയത്ത് ചൊല്ലുക, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറയും. അതല്ലാത്ത ഫ്ലൈറ്റുകൾ അത് പറയാൻ സാധ്യതയില്ല. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മീക്കാത്തിന്റെ അടുത്ത് എത്താൻ പറ്റും. നേരത്തെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഉദാഹരണത്തിന് ഒരു 5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയാണ് എന്ന് കരുതുക. 4.5 മണിക്കൂർ പിന്നിട്ടിട്ട് മാത്രം പറഞ്ഞാൽ മതി. 4.5 മണിക്കൂർ അല്ലെങ്കിൽ 4.25 മണിക്കൂർ പിന്നിട്ടിട്ട് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കാണെങ്കിൽ നമ്മൾ 4-4:15 ആകുമ്പോഴേ നമ്മുടെ ഈ പറയുന്ന ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ കടൽ കടന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ട വിഷയം ആ സമയത്ത് പറയേണ്ടത് സഹോദരങ്ങളെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഉംറയുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് മാത്രമേ പറയേണ്ടൂ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇത് ഉംറക്ക് വേണ്ടി പുറപ്പെടുകയാണ് എന്ന് നമ്മൾ പറയണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. അത് സ്വന്തത്തിന് ഒരാൾ ചെയ്യുന്ന ഉംറയാണെങ്കിൽ അത് അത്രേ പറയേണ്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റു ഉപ്പാക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മരിച്ചുപോയ ഉപ്പാക്കോ ഉമ്മാക്കോ അതല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹു ഉംറത്തൻ ലി അബി അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹു ഉംറത്തൻ ലി ഉമ്മി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി എന്ന് മനസ്സിൽ കരുതുക. ഈ പറയുന്ന കാര്യം അവിടെ പറയുകയും ചെയ്യുക. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗവും മറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഓൾറെഡി ബുക്കൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് വല്ല രോഗങ്ങളൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്കൊരു ഷർത്ത് പറയാവുന്നതാണ്. ആ ഷർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വല്ല പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ ഉംറയിൽ നിന്നും അവർക്ക് ഒഴിവാകാം. അങ്ങനെ ഒഴിവാകുന്ന സമയത്ത് അവർക്ക് ബലിയിറക്കേണ്ട ബാധ്യതയൊന്നും ഉണ്ടാവുകയില്ല. അതല്ല എങ്കിൽ അവർക്ക് ബലിയിറക്കേണ്ടി വരും. എന്താണത്? ഇൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി. അള്ളാഹുവെ, എനിക്ക് വല്ല തടസ്സവും നേരിട്ടാൽ അവിടെ എൻ്റെ ഉംറ അവസാനിച്ചിരിക്കുന്നു, അവിടെ ഞാൻ എൻ്റെ ഉംറ സ്റ്റോപ്പാക്കിയിരിക്കുന്നു എന്ന് പറയലാണ്. അത് ആദ്യം ഒരാൾക്ക് പറയാം. എല്ലാവർക്കും നിർബന്ധം, എല്ലാവർക്കും സുന്നത്തൊന്നുമില്ല. അങ്ങനെ വല്ല പ്രയാസം തോന്നുന്ന ഒരാൾക്ക്, അല്ല നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, പക്ഷെ പെട്ടെന്നാണ് എന്തെങ്കിലുമൊക്കെ രോഗം വന്നത്. അപ്പോൾ അറിയില്ല, ചിലപ്പോൾ ഞാൻ തവാഫ് ചെയ്യുമ്പോൾ തന്നെ തലകറക്കൊക്കെ വന്ന് ചിലപ്പോൾ നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ആ രൂപത്തിൽ യാത്രയുടെ അവിടെ എത്തുമ്പോൾ തന്നെ, മക്കത്ത് എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ഷീണിതനാകും. സംശയമാണ്, ഉംറ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇഹ്റാമിലായ പിന്നെ അത് പൂർത്തിയാക്കണം എന്നാണ്. വത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, ഉംറയിലേക്ക് പ്രവേശിച്ച് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം, ഒഴിവാകാം. പിന്നീട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും അവന് പുതിയൊരു ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നെ ഉംറ ചെയ്താൽ മതി. അതിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. ഹബസ്തനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി. ഞാൻ പറയുന്ന മുഴുവൻ ദിക്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു PDF, അതിൻ്റെ ഉംറയുടെ രൂപം അത് ലഭ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ താഴെ അത് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് പഠിക്കുക. ഇങ്ങനെ പറയാം സഹോദരങ്ങളെ. അതിനുശേഷം ഒരാൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മീക്കാത്തിലാണെന്ന് സങ്കല്പിക്കുക. നമ്മളിപ്പോൾ മീക്കാത്തിലാണ്, അപ്പോൾ മദീനയിൽ ഇറങ്ങി മദീനയിൽ മറ്റുമാണ് സങ്കല്പിക്കുക. അവിടുന്ന് നമ്മൾ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് വരെ അതല്ലെങ്കിൽ തവാഫ് ആരംഭിക്കുന്നത് വരെ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തവാഫ് ആരംഭിക്കുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഈ പറയുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ അത് ആരംഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ മീഖാത്തിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വാഹനത്തിലൊക്കെ കയറിയതിന് ശേഷം, നമ്മൾ മീഖാത്തിൽ വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. നമ്മൾ മദീനത്താണ്, നമ്മൾ നേരെ മദീനയിലേക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. നമുക്ക് അവിടെ പോയി മീഖാത്തിൽ പോവാം. അപ്പം മീഖാത്തിൽ നമ്മൾ ദുൽ ഹുലൈഫയിൽ നിന്ന് പോയി കുളിച്ച് വൃത്തിയായി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പോകേണ്ട ബസ് ഉണ്ടാകും അല്ലെങ്കിൽ കാർ ഉണ്ടാകും. ആ കാറിൽ കയറി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാൻ നേരത്തെ എന്ത് പറയേണ്ടതുള്ളൂ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ. അപ്പോഴാണ് നമ്മൾ ഉംറ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സ്ഥലം മുതൽ നമ്മൾ
ഈ പറയുന്ന തവാഫ് ചെയ്യാൻ ആരംഭിക്കുന്നത് വരെയുള്ള സമയത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്താണ് തൽബിയത്ത്? നമ്മളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്, ഹജ്ജിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വരികയാണ്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നിനക്കാണ് സർവ്വസ്തുതിയും, നിനക്കാണ് എല്ലാ നിഅമത്തുകളും നിന്റേതാണ്, നിനക്കാണ് എല്ലാ സർവ്വധികാരവും നിന്റേതാണ്, ലാ ശരീക ലക, ഇതിലൊന്നും നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന ഈ തൽബിയത്ത്, തൗഹീദിന്റെ തൽബിയത്ത്, ഇതിന് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ തൽബിയത്ത് ചൊല്ലി എന്നാണ് പറഞ്ഞത്. കാരണം തൗഹീദിന്റെ വാചകങ്ങളാണ്, അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ തൗഹീദിന്റെ ഈ തൽബിയത്ത് ഇത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എവിടെ വരെ? നമ്മൾ കാബ കാണുന്നത് വരെ, അല്ലെങ്കിൽ തവാഫ് ആരംഭിക്കുന്നത് വരെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇത് മീഖാത്ത് നിന്ന് പ്രവേശിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ബസ്സിലൊക്കെ ആയിരിക്കും, ആ ബസ്സിലൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉച്ചത്തിൽ ചൊല്ലാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രം കേൾക്കുന്ന രൂപത്തിൽ അവർ പതുക്കെ ചൊല്ലിയാൽ മതി. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം, ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഫ്ലൈറ്റിൽ ഏകദേശം 1/2 മണിക്കൂർ മുമ്പ് എത്തി, നമ്മൾ ലബ്ബൈക അല്ലാഹു ഉംറത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഉംറയിലായി, നമുക്ക് ഉംറയിൽ നിശ്ചിതമായ കാര്യങ്ങളൊന്നും പാടില്ല. ആ സമയം മുതൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ലബ്ബൈക അല്ലാഹു ഉംറത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം ലബ്ബൈക അല്ലാഹു ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന തൽബിയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതിനുശേഷം നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം ഉണ്ടാവും, ലഗേജ് കിട്ടാനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് സമയം ഉണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മൾ വേറെ ഏതോ ലോകത്തല്ല, നമ്മൾ ഈ തൽബിയത്തിലാണ്, ഉംറയിൽ ഇഹ്റാമിലാണ്. ഇതിന്റെ ഇടയിലൊരു എയർപോർട്ടിൽ ഇറങ്ങലും മറ്റുമൊക്കെ നമുക്ക് ഇപ്പൊ ഇന്ന് വന്നതാണ് അല്ലെ, പഴയ കാലത്താണ് അതില്ല. മീഖാത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉംറ ലക്ഷ്യത്തിലാണ്, നമ്മൾ അതിന്റെ ഇടയിലൊരു ഇപ്പൊ എയർപോർട്ടിൽ ഇറങ്ങലും അവിടെ ഒരു ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ശുഗലാകും. പക്ഷെ നമ്മൾ ഇത് മറക്കരുത്, നമ്മൾ ഉംറയിലാണുള്ളത്, നമ്മൾ ഈ തൽബിയത്ത് മറക്കരുത്, നമ്മൾ മറ്റ് ലോകത്താകരുത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇത് സാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നീട് എയർപോർട്ടിൽ നിന്ന് ബസ് വരും അല്ലെങ്കിൽ കാറ് വരും, എന്നിട്ട് നമ്മൾ മക്കയിലേക്ക് പോകും. ഈ സമയത്തൊക്കെ നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഈ സമയത്താണ് ഇത് പറയേണ്ടത്. അവിടെ തവാഫ് ആരംഭിക്കും, പിന്നെ തൽബിയത്ത് കഴിഞ്ഞു, പിന്നീട് തൽബിയത്ത് കഴിഞ്ഞു, പറയേണ്ട സമയം ഇതാണ്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒച്ചത്തിൽ പറയാൻ പറ്റുന്നിടത്തൊക്കെ ഒച്ചത്തിൽ പറയാം. ചിലപ്പോൾ എല്ലാ സ്ഥലത്തും പറഞ്ഞോളാൻ പറ്റണമെന്നില്ല. ഇപ്പൊ സാധിക്കുന്നിടത്തൊക്കെ ബസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്, ഒച്ചത്തിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി ഇഹ്റാമിൽ യഥാർത്ഥത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിഷിദ്ധമാകും. അതെന്തൊക്കെയാണ്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തൊപ്പി, ടവല് പോലെയുള്ളത് കൊണ്ട് തല മറക്കാൻ പാടില്ല. ഇതേപോലത്തെ തൊപ്പിയാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ അറബികളായ ആളുകൾ ഉപയോഗിക്കുന്ന പോലെയുള്ള തട്ടങ്ങളാകട്ടെ, തലയിൽ കെട്ടുന്ന ഇമാമകളാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ടവലൊക്കെ കെട്ടാറുണ്ട്. ഇങ്ങനെ ഒന്നും കൊണ്ടും തല മറക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ചൂട് കൊണ്ടോ മറ്റോ ഒക്കെ ഒരാൾ ഒരു കുട പിടിക്കുന്നുണ്ടോ യാതൊരു കുഴപ്പമില്ല, അത് ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ ചൂട് കൊണ്ടോ മറ്റോ കുടമൊക്കെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ നിഷിദ്ധമായ കാര്യം നഖം വെട്ടുക എന്നാണ്. ഈ ഒന്നാമത്തെ കാര്യം ഹാസും ബിറിജാൽ, പുരുഷന്മാർക്ക് മാത്രമാണ്, സ്ത്രീകൾ തലയൊക്കെ മറക്കണം. ഒന്നാമത്തത് പുരുഷന്മാർക്ക് മാത്രം. രണ്ടാമത്തത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരുപോലുള്ളത് നഖം വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വലിയ നഖമൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം വെട്ടിയിട്ട് വരിക. മീഖാത്തിൽ നമ്മൾ കുളിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ വേണമെങ്കിൽ വെട്ടുക. അങ്ങനെ പ്രത്യേകിച്ച് വെട്ടാനൊരു സുന്നത്തൊന്നുമില്ല, പക്ഷെ അത് വെട്ടുന്നത് നല്ലതാണ്. കാരണം നഖം വലുതാണ്, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, നഖം ഇങ്ങനെ പൊട്ടിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നഖമൊക്കെ ആദ്യം വെട്ടുക. അത് വൃത്തിയുടെ ഭാഗം കൂടിയാണല്ലോ, അപ്പം നഖമൊക്കെ വെട്ടുക, നഖം ആദ്യം വെട്ടി വെക്കുക. അപ്പം നഖം വെട്ടാൻ പാടില്ല ഇഹ്റാമിൽ. മൂന്നാമത്തത് തലയിൽ നിന്നോ ശരീരത്തിൽ നിന്നോ മുടി നമ്മൾ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല. അതായത് മനഃപൂർവ്വം വെട്ടാനോ അതല്ലെങ്കിൽ പൊട്ടിക്കാനോ അത് മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, ആണാകട്ടെ പെണ്ണാകട്ടെ. എന്നാൽ നമ്മൾ കുളിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് മുടി വരികയാണ്, യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മുടി ചീകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, മുടി വരാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വരാം, അത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ മുടി പോകുന്നു എന്നർത്ഥം നമ്മൾ ശക്തിയായി പിടിച്ചു വലിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് മുടി അങ്ങനെ കളയാൻ പാടില്ല. നാലാമത്തെ കാര്യം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കാകട്ടെ ആർക്കും നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇഹ്റാമിന്റെ കുളിയിൽ നമ്മൾ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ മതി. പിന്നീട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഒരു നിലക്കുള്ള സുഗന്ധവും സഹോദരങ്ങൾ ഉപയോഗിക്കരുത്. അഞ്ചാമത്തേത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, അത് ശരീരാകൃതിയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അടിവസ്ത്രം ഉൾപ്പെടെ മുഴുവൻ ഒഴിവാക്കേണ്ടതുണ്ട്. ആറാമത്തേത് സ്ത്രീകൾക്കുള്ളതാണ്, അത് അവളുടെ നിക്കാബ്, കയ്യുറ പോലുള്ള കാര്യങ്ങൾ ധരിക്കാൻ പാടില്ല. ഏഴാമത്തേത് വേട്ടയാടാൻ പാടില്ല. ഇന്ന് ചിലപ്പോൾ അതിന് സാധ്യത കുറവാണ്. പഴയ കാലത്തൊക്കെ വരുമ്പോൾ അതിനിടയിലൊക്കെ എന്ത് ചെയ്യും, വേട്ടമൃഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതിനെ വേട്ടയാടുക എന്നുള്ള അറബികൾ പൊതുവെ ശീലിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ വേട്ടയാടുക എന്നുള്ളത്
ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ല. എട്ടാമത്തെ കാര്യം, അത് വിവാഹാലോചന നടത്തുക അല്ലെങ്കിൽ നിക്കാഹ് കർമ്മം നടത്തുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതുമായി ബന്ധപ്പെട്ട ഒന്നും ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് പാടില്ല. നിഷിദ്ധമായ കാര്യമാണ്. ഇതൊക്കെ നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വിവാഹാലോചന പോലെയുള്ള ചില ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിവാഹാലോചനയും മറ്റുമൊക്കെ ആയിട്ടായിരിക്കും പുറപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ വാട്സപ്പിലും അതല്ലെങ്കിൽ ഫോണിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ എന്തായി കാണാൻ അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്ത് നിക്കാഹ് കർമ്മം ഇഹ്റാമിലുള്ള ഒരാൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് വലിയ ആകട്ടെ അതല്ലെങ്കിൽ ചെറുക്കനാകട്ടെ ആരും ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഇതാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. വിമാനമാർഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ചില ആളുകൾക്ക് വരുന്നൊരു അബദ്ധം ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി പറയാം. വിമാനത്തിൽ പോകുമ്പോൾ ചിലരെങ്കിലും എന്ത് ചെയ്യും, ജിദ്ദയിലെത്തിയതിനു ശേഷം നമുക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ജിദ്ദയിലെത്തി റാഹത്തായിട്ടൊക്കെ അല്ല. നമ്മൾ നാട്ടിൽ നിന്നും നമുക്ക് നീയത്ത് ആദ്യമേ ഉണ്ട്, എന്ത് ഉംറ ചെയ്യണമെന്നുള്ള നീയത്ത് നമുക്ക് ആദ്യമേ ഉണ്ടെങ്കിൽ നമ്മൾ ഇഹ്റാമിലേ പോകാവൂ. ഉംറ ചെയ്യാനാണ് നമ്മൾ നീയത്ത്. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം, നമ്മൾ ജിദ്ദയിലെ കുടുംബക്കാരുണ്ട്, അവരെ വീട്ടിൽ കയറാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഹ്റാമിൽ തന്നെ പോകണം. നിങ്ങളുടെ നീയത്ത് ഉംറ ചെയ്യാനാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ ഉംറയാണെങ്കിൽ, നിങ്ങൾ നീയത്ത് ഉംറ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഹ്റാമിൽ തന്നെ പോകണം. എന്നാൽ ജിദ്ദയിൽ പോയി വരുന്ന ആൾക്കാരുണ്ടാവും, ജിദ്ദയിൽ ജോലിയുള്ള ആൾക്കാരുണ്ടാവും, അവർ ഉംറക്ക് പോകും. അത് ജിദ്ദയിലെത്തി ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉംറക്ക് പോകും. പക്ഷെ അവർ തിരിച്ച് ജിദ്ദയിലേക്ക് എത്തുന്ന, അവർ ജോലി ആവശ്യം കഴിഞ്ഞ് തിരിച്ച് അവർ എന്ത് ചെയ്യാണ്, ജിദ്ദയിലേക്ക് എത്തുന്നതാണ്. അവരെ പോലെയല്ല നാട്ടിൽ നിന്ന് ഒരാൾ ഉംറ ഉദ്ദേശിച്ചിട്ട് ജിദ്ദയിലേക്ക് പോകുന്ന ഒരാൾ. ഇപ്പൊ ഉംറ ഉദ്ദേശിച്ച് പോകുന്ന ആൾ ഒരിക്കലും തന്നെ മീഖാത്ത് കടക്കാൻ പാടില്ല. ഇഹ്റാമിലല്ലാതെ മീഖാത്ത് കടക്കാൻ പാടില്ല. എന്നാൽ ഉംറ ഉദ്ദേശിക്കാതെ ഒരാളിപ്പോൾ ഒരു അർജന്റായിട്ട് ഒരു ജോലി ആവശ്യത്തിന് പോവാൻ, ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഒരാൾക്ക് ജിദ്ദയിലുണ്ട്, അയാൾ പോവാൻ, അയാളെ സംബന്ധിച്ചിടത്തോളം പോവാന്നാണ്. കാരണം അയാൾ പുറപ്പെട്ടത് അതിനാണ്. അയാൾ നേരത്തെ ഉംറയ്ക്ക് വേണ്ടി നിയത്താക്കിയ മനുഷ്യനൊന്നുമല്ല. പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജോബ് ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നിങ്ങൾ അവിടെ എത്തണം എന്നൊരാൾ പറഞ്ഞപ്പോൾ അയാൾ വേഗം മിസ് എടുത്തു. അയാൾ എന്ത് ചെയ്തു, ജിദ്ദയിലേക്ക് എത്തി. അയാൾക്ക് ഇഹ്റാം ഇല്ലാതെ പോകാം. പിന്നെ അവിടെ ജിദ്ദയിൽ എത്തിയപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉംറക്ക് പോകും, അങ്ങനെ ഉള്ളൂ. അയാൾ മെയിൻ ഉദ്ദേശം ഉംറ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഉംറ വെച്ച് ഉംറ മനസ്സിലാണ്, കാരണം ഓരോരുത്തരുടെ നിയത്ത് എന്താണെന്ന് അവർക്കറിയാം. ഉംറയാണ് ചെയ്യാൻ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അവൻ ഇഹ്റാമിലല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ കടന്നുപോയാൽ ജിദ്ദയിലെത്തിയാൽ അയാൾ പിന്നീട് എന്താ ചെയ്യേണ്ടത്, അറിവില്ലാതെ അങ്ങനെ എത്തിയാൽ അയാൾക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ അവൻ്റെ മീഖാത്തിലേക്ക് തിരിച്ചു പോവുക, ഒരു വണ്ടി പിടിച്ചിട്ട് മീഖാത്തിലേക്ക് പോവുക, ഇഹ്റാം ചെയ്യുക, തിരിച്ച് മക്കയിലേക്ക് വരിക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വാജിബ് അവൻ നഷ്ടമായി. നമ്മൾ പറഞ്ഞു ഇഹ്റാം മീഖാത്തിൽ ചെയ്യൽ വാജിബാണ്. വാജിബ് നഷ്ടമായാൽ എന്താ ചെയ്യേണ്ടത്, അവിടെ മക്കത്ത് ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. സാധുക്കൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ഇതിലേതാണ് എളുപ്പം ചെയ്യാം. ചിലപ്പോൾ അവിടെ മീഖാത്തിലേക്ക് തിരിച്ചു പോകുന്നതിനൊക്കെ, പോയി വരുന്ന ടാക്സി പിടിച്ച് പോയി വരുന്നതിനേക്കാൾ എളുപ്പം ചിലപ്പോൾ ആടിനറുക്കലായിരിക്കും. അല്ലെങ്കിൽ ഇയാൾ പ്രയാസപ്പെடும், ആദ്യം മീഖാത്തിലൊക്കെ പോയി വരാന്നുള്ളത് ബുദ്ധിമുട്ടാവും ചില ആൾക്ക്. അതുകൊണ്ട് അവർക്ക് എളുപ്പമാണ്, അവർ ആടിനെ അറുത്ത് വിതരണം ചെയ്താൽ മതി. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജിദ്ദയിൽ എത്തിയിട്ട് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് പോകുന്ന ആളുകൾ ആദ്യം തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ജിദ്ദയിൽ എത്തുന്നതിന് മുക്കാൽ മണിക്കൂർ മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഇതാണ് സഹോദരങ്ങളെ. അപ്പം നമ്മൾ ഇഹ്റാമിലാണുള്ളത്. നമ്മൾ മക്കയിലെത്തി എന്ന് വിചാരിക്കുക. മക്കയിലെത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കുളിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് സുന്നത്താണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് കാലത്ത് എന്തുണ്ട്, നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മക്കയിൽ ഹോട്ടൽ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തവാഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അത് ഉംറ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മക്കയിൽ പോയി നമ്മൾ ഒന്നുകൂടി കുളിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അതിന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഘട്ടങ്ങളിൽ അവിടുന്ന് തലേ രാത്രി വന്നിട്ട് അവിടുന്ന് ഉറങ്ങിയതിന് ശേഷം പിറ്റേന്നാണ് ഉംറ ചെയ്തത് എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുവദനീയമാണ്. ആളുകൾക്കുള്ള ചില സംശയങ്ങളാണ്. അവിടെ ഉംറയ്ക്ക് എത്തിയാൽ ഉടനെ ചെയ്യൽ നിർബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെ ഉടനെ ചെയ്യൽ നിർബന്ധമില്ല. ഒരാൾ ക്ഷീണിതനാണ്, ഭയങ്കര ക്ഷീണമായിട്ടുള്ള യാത്ര കുറേ നേരം ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. എയർപോർട്ടിൽ കുറേ നേരം മുമ്പ് എത്തണം, 3 മണിക്കൂർ മുമ്പ് 2 മണിക്കൂർ മുമ്പൊക്കെ എത്തണം. അതിനുശേഷം ഫ്ലൈറ്റ് യാത്ര 5 മണിക്കൂറോളം ഉണ്ട്. ജിദ്ദയിലും പിന്നെ ഒരുപാട് സമയം പോകും. മക്കയിലേക്ക് എത്തി വരുമ്പോൾ ഒരു 10-12 മണിക്കൂറൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തുമ്പോൾ ആയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടാവും, പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും. അവർക്ക് റൂമിൽ പോയി രാത്രിയാണ് എത്തിയത്, ഇങ്ങനെ ഉറക്കം തൂങ്ങി കഷ്ടപ്പെട്ട് അപ്പം തന്നെ ഉംറ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർക്ക് ഉറങ്ങാവുന്നതാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഫജർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ ഉംറ ചെയ്താൽ മതി. ഇങ്ങനെ ഒരാൾക്ക് അപ്പം തന്നെ പോകാൻ പറ്റുകയാണെങ്കിൽ ഖൈർ, അൽഹംദുലില്ലാ. ഏതൊരു നന്മയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെ ക്ഷീണമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല.
വേഗം പോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ റൂമിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും അപ്പം ചെയ്യാൻ പാടില്ല. ഏത് സ്പ്രേ ഉപയോഗിക്കുക, അത്തർ ഉപയോഗിക്കുക, അതല്ല പുരുഷന്മാരെ തലമറക്കുക, അടിവസ്ത്രം ധരിക്കുക, ഇതൊന്നും പാടില്ല. എന്നാൽ അവർക്ക് പുതച്ച് തലമറക്കാതെ പുതച്ചുറങ്ങൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. കാരണം പ്രത്യേകിച്ചും ഇവിടെ AC റൂമാണ് ഉണ്ടാവുക, ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, അവർക്ക് ശരീരം മറച്ചുകൊണ്ട് ധരിക്കാവുന്നതാണ്. ഇനി ഉംറക്കുള്ള ഇഹ്റാമിന്റെ വസ്ത്രം 2 ഉണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറൊരു വസ്ത്രം ധരിക്കാവുന്നതാണ്, ഇത് കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് അതേ വസ്ത്രം തന്നെ ധരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറേ നേരം യാത്രയിൽ അതിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി, അത് ഒരാൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, എക്സ്ട്രാ ഒരെണ്ണം കരുതിയിട്ടത് മാറ്റണമെങ്കിൽ മാറ്റാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇഹ്റാമിൽ നമ്മൾ നിഷിദ്ധമാണെന്ന് തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ രാത്രിയിലോ അല്ലെങ്കിൽ അവിടെ കഴിച്ചൂട്ടുന്ന ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അതല്ല എങ്കിൽ അവിടെ എത്തി റൂമിൽ നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുക. അതിനുശേഷം സഹോദരങ്ങളെ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മളെ ഹോട്ടലിൽ റൂമിൽ നിന്ന് തന്നെ വുളു എടുത്തുകൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കുക. അത് സുന്നത്താണ്. നമ്മൾ ഏതൊരു നിസ്കാരവും വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് സുന്നത്താണ്. നമുക്ക് ആൽറെഡി നിസ്കാരം പ്രതീക്ഷിച്ചായിരിക്കും, എന്തായാലും ഒരു വക്ത് നിസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ നമുക്കതിൽ ഹൈറുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ആദ്യമായി വരുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറമിൽ കൂട്ടത്തോടൊക്കെ വരുമ്പോൾ ഒരാൾക്ക് ബാത്റൂമിൽ പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയവും പോവും, വലിയ പ്രയാസമായിരിക്കും. അല്ല, അത് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഹറമിൽ ബാത്റൂമിൽ പോയി വുളുവൊക്കെ എടുത്ത് വരുന്നതിനേക്കാളും വളരെ എളുപ്പമായിരിക്കും ഹോട്ടൽ റൂമിൽ നിന്ന് തന്നെ കൃത്യമായി വുളു എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത്. ശേഷമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഏതൊരു മസ്ജിദിൽ കയറുമ്പോഴും കാണിക്കേണ്ട കാര്യമാണ്. അഥവാ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറഞ്ഞ് മസ്ജിദിലേക്ക് പ്രവേശിക്കുക. സഹോദരങ്ങളെ, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏതൊരു മസ്ജിദിലേക്കും പ്രവേശിക്കുന്നത് പോലെ തന്നെ വലത് കാല് വെച്ച് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അത് നമ്മളെപ്പോഴും മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നതാണ്. അതേ പ്രാർത്ഥന തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ചൊല്ലുക. പിന്നീട് ഉംറ ഉദ്ദേശിച്ച് വരുന്ന ആളാണെങ്കിൽ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്ന ആളുകൾ 2 രൂപത്തിലുണ്ടാവും. ഒന്ന് ഉംറക്കാരുണ്ടാവും, അതല്ല ഓരോ നേരത്തെ നിസ്കാരത്തിനോട് വരുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ഉംറ ഉദ്ദേശിച്ച് വരുന്ന ആളുകളാണെങ്കിൽ നേരെ അവർ കാബയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ സാധാരണ മസ്ജിദിലേക്ക് പ്രവേശിച്ചാറുള്ള തഹിയ്യത്തുൽ മസ്ജിദ് അവിടെ നിർവഹിക്കേണ്ടതില്ല. തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കേണ്ടതില്ല. നേരെ നമ്മൾ മത്താഫിലേക്ക്, അഥവാ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മത്താഫ് എന്ന് പറയുന്നത്, അവിടേക്ക് നമ്മൾ പോവുക. അതല്ലാത്ത ആളുകളാണെങ്കിൽ സാധാരണ മസ്ജിദ് വന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അവർ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ട് ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുക. അപ്പം നേരെ എന്ത് ചെയ്യുക, മത്താഫിലേക്ക് പോവുക. ഇനി അതല്ല, നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ വല്ല ഫർള് നിസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഫർള് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം, നമ്മൾ നേരെ പോയി തവാഫ് ചെയ്യല്ല വേണ്ടത്. നമ്മളൊരു മസ്ജിദിലേക്ക് എത്തിയിട്ട് അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ജമ്മ ചെയ്തിട്ടോ മറ്റോ ഒക്കെ നിസ്കരിച്ച് വന്നതാണെങ്കിലും ശരി. ഉദാഹരണത്തിന് ഒരാൾ മഗ്രിബ് ഇശയൊക്കെ ജമ്മും കസറൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, മസ്ജിദിലേക്ക് എത്തുമ്പോൾ ഇശയാണ്, അവിടെ ഇശ ഇക്കാമത്ത് കൊടുത്തു, ഇശ ആരംഭിക്കുകയാണെങ്കിൽ നമുക്കത് നിസ്കരിക്കാം, നമുക്കത് സുന്നത്തായിരിക്കും. അത് ഏതൊരു മസ്ജിദിന്റെ ഹുക്കുമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നേരത്തെ നിസ്കരിച്ചിട്ട് ഇന്ന് ഈ മസ്ജിദിൽ ഇശ കുറച്ച് വൈകിട്ടാണ്, അപ്പോൾ നേരത്തെ പുറത്തുനിന്ന് ഒരാൾ നിസ്കരിച്ചിട്ട് ഇവിടെ എത്തി, വെറുതെ ഇവിടെ മസ്ജിദിൽ വന്നപ്പോൾ ഇവിടെ നിസ്കാരം നടക്കുകയാണെങ്കിൽ അയാൾ അവിടെ മാറിയിരിക്കരുത്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ പങ്കെടുക്കണം. ഈ നിസ്കാരത്തിൽ പങ്കെടുക്കണം. മസ്ജിദ് ജമാഅത്ത് നടക്കുമ്പോൾ മാറി പുറകിലിരിക്കാൻ പാടില്ല, ഞാൻ നിസ്കരിച്ചു എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ. അതിനുശേഷം സഹോദരങ്ങളെ നേരെ നമ്മൾ മത്താഫിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ തവാഫ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് കാബയുടെ അടുത്ത സ്ഥലം തന്നെയാണ്. കാബയുടെ അടുത്ത സ്ഥലം തന്നെയാണ്. എന്നാലാണ് നമുക്ക് ഈ പറയുന്ന സുന്നത്തുകൾ കൂടുതൽ നമുക്ക് അമലാക്കാൻ പറ്റുള്ളൂ. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ അത് മുകളിലേക്കോ അതിന് മുകളിലേക്കോ ഒക്കെ തവാഫ് ചെയ്യുന്നതിന് മത്താഫ് 2-3 നിലകളിലായിട്ടുണ്ട്. എവിടുന്ന് ചെയ്താലും അത് ജായിസാണ്, അനുവദനീയമാണ്, യാതൊരു കുഴപ്പവുമില്ല. പ്രത്യേകിച്ചും തിരക്കുള്ള സമയത്ത് താഴെ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് മുകളിൽ ചെയ്യാവുന്നതാണ്. സഹോദരങ്ങളെ, തവാഫ് ചെയ്യാൻ നമ്മൾ തവാഫ് ആരംഭിക്കേണ്ട സ്ഥലത്ത് പോകണം. അത് ഹജറുൽ അസ്വദിൻ്റെ അടുത്താണ്. ഹജറുൽ അസ്വദ് എവിടെയാണോ അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അവിടുന്ന് കാബയെ ഇടം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. കാബയെ വലം വെക്കുകയല്ല, കാബ ഇടം വെക്കാണ്. ഇടതു ഭാഗത്താണ് കാബ. നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ ഇടതു ഭാഗത്താക്കിയിട്ടാണ് ചുറ്റുന്നത്, അല്ലെ, ഇടതു ഭാഗത്തായിട്ടാണ് ചുറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലോക്ക് തിരിയുന്നത് പോലെയല്ല, തിരിച്ചാണ്. ഇതൊക്കെ അറിയാത്ത ചില ആളുകൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് ഹജറുൽ അസ്വദ് എവിടെയാണെന്നുള്ള തിരക്കിൽ നമുക്ക് കാണൂല. പക്ഷെ ഇന്ന് അവിടെ ഒരു പച്ച നിറത്തിലുള്ള ഒരു ലൈറ്റ് മസ്ജിദുൽ ഹറമിന്റെ കെട്ടിടത്തിൽ നിന്നും മസ്ജിദിൽ നിന്നും ലൈറ്റ് അതിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഹജറുൽ അസ്വദ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഹജറുൽ അസ്വദിൽ മുതൽ തിരിച്ച് ഹജറുൽ അസ്വദിലേക്ക് എത്തുന്ന ഒരു ചുറ്റ്, അതാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്, ഒരു ചുറ്റെന്ന് പറയുന്നത്, ഒരു ഷൗത്ത്.
അങ്ങനെയുള്ള 7 ചുറ്റുകളാണ് നമുക്ക് ചുറ്റേണ്ടത്. അപ്പോഴാണ് നമ്മുടെ തവാഫ് പൂർത്തിയാകുന്നത്. ഇവിടെ നമ്മൾ എവിടെ ഇറങ്ങിയാലും നമ്മൾ ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കിലേക്ക് എത്തണം. ഇപ്പൊ ചില ആളുകൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുമ്പിലേക്കായിരിക്കും എത്തുക. കാരണം മത്താഫിലേക്ക് ഇറങ്ങാൻ ഒരുപാട് വാതിലുകളുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഇറങ്ങി ചെല്ലുന്നത് ഹജറുൽ അസ്വദ് വരെ ബാക്കിലായിരിക്കും. അപ്പൊ അവരിവിടെ മുന്നിലായിരിക്കും ഉണ്ടാകും. അപ്പൊ തിരിച്ചു നടക്കാൻ ചിലപ്പോൾ കഴിയില്ല, തിരക്കാണ്. അപ്പൊ നമ്മൾ തിരിച്ചു നടക്കാതിരിക്കാൻ നന്നാവുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഹജറുൽ അസ്വദിലേക്ക് എത്താൻ വേണ്ടി ഒരു ചുറ്റൊന്ന് വെറുതെ നടക്കുക. എന്തിനാണ്? ഹജറുൽ അസ്വദിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം തിരിച്ച് നടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രയാസമായിരിക്കും, ബാക്കിയുള്ള ആളുകളുടെ തവാഫിനെയും ബാധിക്കും. അപ്പൊ ആളുകളോടൊപ്പം തന്നെ നമ്മൾ നിയത്ത് തവാഫ് തുടങ്ങുന്നില്ല, നമ്മളൊരു ചുറ്റി തിരിച്ച് എവിടെയാണ് ഹജറുൽ അസ്വദ് എത്തുന്നത് അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള സുന്നത്ത് എന്ന് പറയുന്നത് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നാണ്. ഓരോ ചുറ്റിലും ചുംബിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത് തീരെ സാധിക്കാത്തതായ ഒരു സുന്നത്താണ്. ഒരു തവണ പോലും ചുംബിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരാൾ ചുംബിക്കാൻ സാധിക്കുമെങ്കിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചുംബിക്കുക. ഇനി ഒരാൾക്ക് ചുംബിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് സ്പർശിച്ചിട്ട് ആ കൈ ചുംബിക്കാവുന്നതാണ്. കൈ കൊണ്ട് സ്പർശിച്ചിട്ട് കൈ ചുംബിക്കാവുന്നതാണ്. ഇനി അതല്ല, വടിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് അഥവാ അവിടുത്തെ വാഹനപ്പുറത്ത് നടക്കുന്ന സമയത്ത് വടി കൊണ്ട് അതിനെ സ്പർശിച്ചിട്ട് ആ വടി ചുംബിച്ചതായിട്ടും കാണാം. ഇങ്ങനെയും ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ അതിലേക്ക് കൈ ഇങ്ങനെ ഇഷാറത്ത് കാണിക്കാന്നാണ്. അവിടെ കൈ ചുംബിക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണും. അത് ഒരുപാട് ആളുകൾ ചെയ്യുന്നതും കാണും. അപ്പൊ അതുകൊണ്ടൊന്നും നമ്മൾ വഞ്ചിതരാവേണ്ടതില്ല. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് പഠിക്കാതെ വന്ന ഒരുപാട് ആളുകളാണ് അവർ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവിടെ കൈകൊണ്ട് കാണിക്കുക, അത് ചുംബിക്കേണ്ടതില്ല. നമുക്ക് മിക്കവാറും സാധിക്കുന്നത് ഈ കൈകൊണ്ട് കാണിക്കലായിരിക്കും. പ്രത്യേകിച്ചും ഒന്നാമത്തെ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ കൈകൊണ്ട് കാണിക്കുക, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുക, നമ്മൾ ആരംഭിക്കുക. ഈ തവാഫിനിടയിൽ സഹോദരങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? തവാഫിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദിക്റുകൾ, ദുആകൾ, വേണമെങ്കിൽ ഖുർആൻ പാരായണം, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടത്. പ്രത്യേകിച്ചും ദിക്റും ദുആയും വർദ്ധിപ്പിക്കുക. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് കഅബയുടെ പരിസരം, തവാഫിന്റെ സന്ദർഭം. അതുകൊണ്ട് സാധിക്കുന്ന അത്ര ദുആക്ക് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു പോകണം. ഇപ്പൊ മക്കയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ദുആകൾ പരമാവധി പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന കാര്യമാണ്. നമുക്ക് ആവശ്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ പറയാം. സാധാരണ നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് പോലെ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് ആരംഭിക്കുക. ഇങ്ങനെ ആരംഭിക്കുക. പ്രത്യേകമായ ഓരോ ചുറ്റിലും ഓരോ ദിക്റുകളോ ദുആകളോ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതും നമ്മൾ അവിടെ നിന്ന് കണ്ട് വഞ്ചിതരാകേണ്ടതില്ല. കാരണം ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഓരോ രൂപത്തിലുള്ള പ്രാർത്ഥന, ഓരോ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ ചൊല്ലി ഏറ്റുപറയുന്ന, ജാഥ വിളിക്കുന്നത് പോലെയൊക്കെ അവിടെ കാണും. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ കാര്യം അള്ളാഹിനോട് നമ്മൾ പറയുന്ന രൂപത്തിൽ ദുആ ചെയ്തുകൊണ്ട്, ദിക്ർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നടന്നുകൊണ്ടേയിരിക്കുക. പിന്നീട് ഹജറുൽ അസ്വദ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന് ഇടം വെക്കുന്ന സമയത്ത് അടുത്ത 2 റുക്കുനുകളുണ്ട്. അത് റുക്കുനു ഷാമി എന്നറിയപ്പെടുന്ന, ഷാമിന്റെ ഭാഗത്തേക്കുള്ള 2 റുക്കുനുകളാണ്. അതിനെ സ്പർശിക്കേണ്ട ആവശ്യമില്ല. അത് തൊടാതെ നമ്മൾ അതിന് ചുറ്റും നടന്നുപോയി പിന്നീട് റുക്കുനുൽ യമാനി എത്തും. നമ്മൾ പോകുമ്പോൾ ഹജറുൽ അസ്വദ് 1 ആണെങ്കിൽ 2 റുക്കുനു ഷാമി, 3 റുക്കുനു ഷാമി, 4ാമത് എത്തുന്നത് അത് റുക്കുനുൽ യമാനിയാണ്, യമന്റെ ഭാഗത്തേക്കുള്ള മൂലയാണ്. ആ ഭാഗത്ത് സാധിക്കുമെങ്കിൽ അവിടെ കൈകൊണ്ട് സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. കൈകൊണ്ട് സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതും ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിലെ കൈകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഹജറുൽ അസ്വദിൽ മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് വീണ്ടും ഹജറുൽ അസ്വദിലേക്ക് നടക്കുക. ഇവിടെ ഈ റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന വളരെ എളുപ്പമുള്ള ഒരു ദുആയാണ്. ഇഹലോകത്തെയും പരലോകത്തെയും ഹസനത്തുകൾ ചോദിച്ചുകൊണ്ട് അവിടെ ദുനിയാവിൽ വേണ്ട എല്ലാ ഹസനത്തും നമ്മുടെ മനസ്സിലേക്ക് നിയത്താക്കുക, പരലോകത്ത് വേണ്ട എല്ലാ നന്മകളും നമ്മൾ നിയത്താക്കുക. അത് ഇതിനിടയിലാണ് സഹോദരങ്ങൾ അത് ചെയ്യേണ്ടത്. ഇതല്ലാതെ പ്രത്യേകമായി ഇതിനിടയിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേകമായ ദിക്റോ പ്രത്യേകമായ ദുആയോ ഇല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ദുആ ചെയ്യാം. എനിക്ക് ഒരുപാട് ദുആ ചെയ്താൽ പിന്നീട് ദിക്ർ ചെയ്യാം, സ്വലാത്ത് ചൊല്ലാം, ഇനി ഖുർആനിലെ ഓർമ്മയുള്ള ആയത്തുകൾ ഓതാം. ഇനി പറയുന്ന ഒരാൾക്ക് ദുആ ചെയ്യാൻ ഹിഫ്ള് കിട്ടുന്നില്ല, ദുആയുടെ ഒരു ബുക്ക് കയ്യിൽ കരുതാം, യാതൊരു കുഴപ്പമില്ല. ആ കയ്യിൽ ബുക്ക് നോക്കിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. ചില ആൾക്ക് ഹിഫ്ള് ഉണ്ടാവും, പക്ഷേ എല്ലാം ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം അതിന് വേണമെങ്കിൽ കയ്യിൽ വെക്കാം. ഒരാൾക്ക് അതിനു വേണ്ടി മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിന്ന് കാണുന്നത് പോലെ ഈ മൊബൈലുകൾ എടുത്ത് അവിടുന്ന് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുക, എന്നിട്ട് ആളുകളെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്ന വീഡിയോ എടുക്കുക. സഹോദരങ്ങൾ, അത് ഒഴിവാക്കേണ്ട കാര്യം. ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ഇബാദത്തുകൾക്കിടയിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ശ്രമിക്കരുത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ഇബാദത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് റിയാ കൊണ്ട്, ലോകമാന്യം കൊണ്ട്, അതേപോലെ ശ്രദ്ധ ഇല്ലാതാക്കി കളയുക, അല്ല അവിടുത്തെ ഗവൺമെന്റ് തന്നെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്.
അവിടെ ഫോട്ടോയും വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യരുത്. അതിലാണ് ഒരുപാട് ആളുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ കാബ ഇങ്ങനെ നോക്കി ഇങ്ങനെ അവിടെ ഒരു ഫോട്ടോ, ഇവിടെ ഒരു ഫോട്ടോ, എന്തെങ്കിലും ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഇനി ആരും ഇല്ലെങ്കിൽ ഇവർ രണ്ടാളെ എടുക്കണമെങ്കിൽ വേറൊരാളെ കൊണ്ട് ഫോട്ടോ എടുക്കുക. ഇതിനല്ല നമ്മൾ ഈ ഭാഗത്തിന് പോകുന്നത്. നമ്മൾ പോകുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ മക്കത്തെത്തി, ഞാൻ മദീനത്തെത്തി എന്ന് കാണിക്കാനല്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ രൂപത്തിൽ 7 ചുറ്റുകൾ പൂർത്തിയായാൽ തവാഫായി. ഉംറയിലെ 2ാമത്തെ റുക്കനും പൂർത്തിയായി, ഇഹ്റാമിൽ പ്രവേശിച്ച് തവാഫായി. ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് പുരുഷന്മാർക്ക് മാത്രം. ഒന്ന്, ഇൽത്തിബാഇന്റെ രൂപത്തിൽ അവരുടെ റിദാ, മേൽമുണ്ട് ധരിക്കാന്നാണ്. എന്താണ് ഇൽത്തിബാഇന്റെ രൂപം? ഇൽത്തിബാഇന്റെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തെ ചുമല് അത് വെളിവാക്കിക്കൊണ്ടുള്ള രൂപമാണ്. അഥവാ നമ്മുടെ റിദാഇന്റെ മേൽമുണ്ടിന്റെ നടുഭാഗം നമ്മുടെ വലത്തെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് ആക്കി വെക്കുക. എന്നിട്ട് അതിന്റെ 2 അറ്റങ്ങളും ഇടതുഭാഗത്തേക്ക് ഇടുക. അപ്പം അതിനുവേണ്ടി പിന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ കെട്ടിയിടുകയോ എങ്ങനെയും ചെയ്യാം. വലത്തെ ചുമല് അത് വെളിവാകുന്ന രൂപത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് തവാഫ് ആരംഭിക്കുമ്പോൾ ചെയ്താൽ മതി. തവാഫ് ആരംഭിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി. ചില സഹോദരങ്ങൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് ധരിച്ച അന്ന് മുതൽ ചെയ്യും, ധരിച്ച ആ നേരം മുതൽ ചെയ്യും. അഥവാ എയർപോർട്ട് മുതൽ ഈ രൂപത്തിൽ ചുമല് കാണിച്ചിട്ടാണ് നടക്കുന്നത്. ശരിയല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ചുമലൊക്കെ മറച്ചിട്ടാണ് നടക്കേണ്ടത്. അവർ എയർപോർട്ട് മുതൽ ഇങ്ങനെ ചെയ്യും. ഇനി വേറെ ചിലർ തവാഫ് കഴിഞ്ഞാലും ഇത് ഒഴിവാക്കൂല. കാരണം തവാഫ് കഴിഞ്ഞിട്ട് നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ ചുമലുകൾ മറക്കേണ്ടതുണ്ട്. അവരിനി ഉംറ കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ. അത് ശരിയല്ല. ഇത് തവാഫിലെ 7 ചുറ്റിന് മാത്രം, അത് ഉംറയുടെ തവാഫിന് അതിന് മാത്രമുള്ളതാണ്. അപ്പോൾ ചുമലിങ്ങനെ കാണിച്ചിട്ട് ചെയ്യുക. അത് പുരുഷന്മാർക്ക്. 2ാമത്തതുള്ളത് അതും പുരുഷന്മാർക്കുള്ള സുന്നത്താണ്. ആദ്യത്തെ 3 ചുറ്റും കാല് വേഗം അടുത്തടുത്ത് വെച്ചുകൊണ്ട് നടക്കാന്നാണ്. അത് നടക്കുന്നതും അല്ല ഓടുന്നതുമല്ല, ഇതിനിടയിലുള്ള രീതി. റംൽ എന്നാണ് അതിനെ പറയാം. റംൽ എന്നാണ് അതിനെ പറയാം. ഇത് ചെയ്യാം. ഇത് ചെയ്യാൻ ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് ഒരു പ്രയാസം ഉണ്ടാകും. കാരണം തിരക്കുള്ള സമയത്ത് നടക്കൽ തന്നെ പ്രയാസം, ചിലപ്പം നീങ്ങൂല, അത്രയും തിക്കായിരിക്കും ഉണ്ടാവുക ചില സമയത്ത്. അപ്പോൾ റംല് ചിലപ്പോൾ പ്രയാസമാകും. ഇവിടെ പണ്ഡിതന്മാരൊരു മസ്അല പറഞ്ഞിട്ടുണ്ട്. റംല് നടത്താൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും. നമ്മൾ കാബയിൽ നിന്ന് കുറേ വിട്ടിട്ട് നിന്നാൽ, അതായത് നമ്മൾ കുറേ ബാക്കിൽ നിന്നാൽ നമുക്ക് കുറച്ച് ഓടി ചുറ്റാൻ പറ്റും. കാബയുടെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു സുന്നത്താണ്. ഇവിടെ ഏത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു ഇബാദത്തിന്റെ അകത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടതിനേക്കാളും നമ്മൾ പരിഗണിക്കേണ്ടത്. അഥവാ ഈ തവാഫിന്റെ ചുറ്റിൽ അതിൽപ്പെട്ട കാര്യമാണ് നമ്മളിങ്ങനെ വേഗത്തിൽ ഓടുക, അത് അതിന്റെ സുന്നത്താണ്. അപ്പം അത് കിട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി കാബയിൽ നിന്നും അല്പം മാറി നിന്നാലും ശരി, അതാണ് ചെയ്യേണ്ടത് എന്നാണ്. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഖുശൂ എന്ന് പറയുന്ന നിസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സഫിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും സ്പീക്കറോ അല്ലെങ്കിൽ കണ്ണിന് ഇടങ്ങാറാക്കുന്ന എന്തെങ്കിലും വസ്തുവോ ഉണ്ട്, അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല. അത്തരം ഘട്ടങ്ങളിൽ അയാൾക്ക് 2ാമത്തെ സഫിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത് അഫ്ളലാണ്. യഥാർത്ഥത്തിൽ 1ാമത്തെ സഫിന് ഫദ്ലുണ്ട്. അത് ആ ഇബാദത്തിന്റെ മക്കാനുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഖുശൂ എന്ന് പറയുന്ന ഇബാദത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇബാദത്തിന്റെ അകത്തുള്ള കാര്യമാണ്. അതിനെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ റംല് നടത്താൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരാൾക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തിരക്കാണെങ്കിൽ അയാൾ റംല് എന്ന് പറയുന്ന സുന്നത്ത് ഒഴിവാക്കുക. അതല്ലാതെ ഇങ്ങനെ നടന്നിട്ട് മുന്നിലുള്ള ആളുടെ കാലിനൊക്കെ പോയി ചവിട്ടി അവരൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. ഒരു സുന്നത്തിനും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല, പലർക്കും അറിയാത്ത കാര്യം. സുന്നത്തിന് വേണ്ടി മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം ആളുകൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ഒരു സുന്നത്ത് നടപ്പാക്കാൻ വേണ്ടി നിഷിദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അത് പാടില്ലാത്ത കാര്യമാണ്. അത് ഇവിടെ ചിലപ്പോൾ കാണും. ഇത് ചിലപ്പോൾ ചില സുന്നത്ത് ചില ആൾക്ക് അറിയില്ലെങ്കിലും ഹജറുൽ അസ്വദ് ചുംബിക്കണം എന്നുള്ള സുന്നത്ത് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഉപദ്രവിക്കുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാവരും ഉപദ്രവിക്കും. ആ വഴിയിൽ ഇയാൾ പോയാൽ പോകുന്ന വഴിയിലുള്ള മുഴുവൻ ആളുകളെയും, ആണിനോ പെണ്ണിനോ വ്യത്യാസമില്ലാതെ അവരൊക്കെ ചവിട്ടി തേച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്താൻ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹറാം, നിഷിദ്ധാണ്. അത് ആ രൂപത്തിൽ ആളുകൾ ഉപദ്രവിച്ചുകൊണ്ട് അവളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ താഴെ വീണു, അത് വലിയ അപകടത്തിന് കാരണമാകും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഹജറുൽ അസ്വദ് നേരെ പോയി ചുംബിക്കാൻ പറ്റുമോ അങ്ങനെ ചുംബിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. നമ്മൾ ഏതൊരു കാര്യം മനസ്സിൽ നേരത്തെ നിയത്താക്കി വെക്കുക, ഇത് ചെയ്യണം എന്നുള്ള നിയത്ത് വെക്കുക, ആത്മാർത്ഥമായ നിയത്തുണ്ട്. നമ്മുടേതായ കാരണം കൊണ്ടല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നിട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാതെ അതിന്റെ നിയത്തുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ഈ ഇൽമു പഠിക്കുന്നതിന് ഒരു ഉപകാരം അതാണ്. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് പോവുക, അവിടെ എത്തിക്കാൻ ചെയ്യാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലമുണ്ട്. കാരണം അത് ചെയ്യാനാണ് നമ്മൾ പോയത്, അത് നമ്മളെ തടസ്സം കൊണ്ടല്ല, അവിടെ തിരക്കാണ്. ആ തിരക്കിപ്പോൾ ഇടങ്ങാറായിട്ട് അത് ചുംബിക്കാന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്.
അത് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. അതിനുവേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ കിടിച്ച് ഒരു ടീമായി വന്ന് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചുംബിച്ച് പോയി ചെയ്യാൻ എന്താണ് കാര്യം? യാതൊരു കാര്യവുമില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന സമയത്ത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറയാം, ഞാൻ നിന്നെ ചുംബിച്ചത് നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന ആളുകൾ കേൾക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് വന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഹജറുൽ അസ്വദിന് നമുക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റൂല. ഹജറുൽ അസ്വദിൽ നിന്നും നമ്മുടെ കൈ തട്ടിക്കൊണ്ട് നമുക്ക് അങ്ങനെ ബറക്കത്ത് എടുക്കുക ഇല്ല. അവിടെ കിട്ടുന്നൊരു ബറക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുമ്പോഴുള്ള ബറക്കത്ത്. ഏതൊരു സുന്നത്ത് പിൻപറ്റുന്നതും ബറക്കത്താണ്. അതല്ലാതെ നമ്മുടെ വസ്ത്രം കൊണ്ടുപോയി അതിനെ വരച്ചുകൊണ്ട് വരിക, കാബയുടെ കില്ലയിൽ വരച്ചുകൊണ്ട് വരിക, കാബയുടെ ചുമരിനെ വരച്ചുകൊണ്ട്, ഇതൊന്നും ബറക്കത്ത് സ്ഥിരപ്പെട്ട കാര്യമല്ല, ബിദ്അത്തുകളാണ്. സ്ഥിരപ്പെടാത്ത രൂപത്തിൽ ബറക്കത്തുകൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എൻ സഹോദരങ്ങളെ, ഇത് ഓരോ ചുറ്റിലും നമ്മൾ ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ അതിന് നേരെ കാട്ടിക്കൊണ്ട് 7 ചുറ്റ് നമ്മൾ പൂർത്തിയാക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, തവാഫിന് ശേഷം 7 ചുറ്റ് കഴിഞ്ഞാൽ അവസാനത്തെ ചുറ്റിന് നമ്മൾ അത് ചുംബിക്കുകയോ അത് സ്പർശിക്കുകയോ ഒന്നും വേണ്ടതില്ല. കാരണം 7 പ്രാവശ്യമാണ് ഇത് ഉണ്ടാവുക. അവസാനത്തെ ചുറ്റിന് നമ്മൾ ബിസ്മില്ല അല്ലാഹു അക്ബർ പറയേണ്ടതില്ല. കാരണം 7 പൂർത്തിയാക്കി എന്ന് ഉറപ്പ് വരുത്തുക. 7 പൂർത്തിയായി ഉറപ്പ് ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തണം. അതിന് മുമ്പേ തന്നെ ഇറങ്ങിപ്പോകരുത്. ഹജറുൽ അസ്വദിന്റെ അടുക്കലെത്തി ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ഭാഗത്തേക്ക് കൂടി പുറത്തു പോകുക. അപ്പോൾ പുറത്തു പോകേണ്ട വാതിൽ ചിലപ്പോൾ പുറകിലായിരിക്കും, നേരെ തിരിഞ്ഞ് നടന്ന ആളുകൾക്ക് പ്രയാസം. അപ്പോൾ ആളുകളോടൊപ്പം തന്നെ പോയി പതിയെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ പോയതിനു ശേഷം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേൽമുണ്ട് നേരെയാക്കാം, മേൽമുണ്ടൊക്കെ നേരെയാക്കാം. കാരണം നിസ്കാരമാണ് സുന്നത്തായിട്ടുള്ളത്. അത് ഉംറയിൽ റുക്കിനോ വാജിബോ അല്ല. ഇത് പറയാൻ കാരണം അഥവാ ഒരാൾ മറന്നുപോയാൽ ഉംറ നഷ്ടപ്പെടില്ല. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അയാൾ നിസ്കരിക്കുക. മഖാം ഇബ്രാഹിം അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മഖാം ഇബ്രാഹിമിന്റെ അവിടെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് പാരായണം ചെയ്ത് അവിടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുണ്ട്. ഇത് പാരായണം ചെയ്തുകൊണ്ട് കഅബ, മഖാം ഇബ്രാഹിം, അതിന്റെ പിന്നിൽ നമ്മൾ, അത് നമുക്കും കഅബക്കും ഇടയിൽ മഖാം ഇബ്രാഹിം ഉണ്ടാകും. ആ രൂപത്തിൽ അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഈ സുന്നത്ത് നിസ്കാരത്തിലൊരു സുന്നത്തുണ്ട്. അത് നമ്മൾ ഫജ്റിന്റെ നിസ്കാരം പോലെയാണ്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ യാ അൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ ഹുവല്ലാഹു അഹദ്. എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിസ്കരിക്കുക. ഇവിടെയും ചിലപ്പോൾ നമുക്ക് നേരെ പിന്നിൽ നിസ്കരിക്കാൻ സ്ഥലം കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മത്താഫിൽ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ നിസ്കരിക്കാം. ഇനി മത്താഫിൽ സ്ഥലമില്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ നിന്നൊക്കെ നിസ്കരിക്കാം. ഇവിടെ പറ്റിയില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി നിസ്കരിക്കാം. നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് നേരം സുജൂദിലും കിടന്നൊന്നും ഒരുപാട് നേരം ദുആ ചെയ്ത് അവിടെ കിടക്കേണ്ട സമയമല്ല. വേഗത്തിൽ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കി പോവുകയാണ് വേണ്ടത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ സുന്നത്ത് എടുക്കാനുള്ളതാണ്. നമ്മൾ മാത്രം അവിടെ നിന്ന് ബാക്കിയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കുക. ഇതിനുശേഷം സഹോദരങ്ങളെ, നമുക്കൊരു സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് സംസത്തിന്റെ അവിടേക്ക് പോവുക. അപ്പോൾ സംസത്തിന് ഒരുപാട് ക്യാനുകൾ ഉണ്ടാകും. ആ സംസത്തിന്റെ അവിടേക്ക് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നീട് സംസം വെള്ളം കുടിക്കുകയും അതിൽ നിന്ന് അല്പം തലയിലേക്ക് ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ബറക്കത്താണ്. സംസം വെള്ളം ബറക്കത്തുള്ള കാര്യമാണ്. അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ദുആ ചെയ്യാം. സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ദുആ ചെയ്യാം, ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതേപോലെ തലയിലേക്ക് കോരി ഒഴിക്കാം, ശരീരഭാഗത്ത് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഈ രൂപത്തിലൊക്കെ ഒരാൾക്ക് ചെയ്യാം. ഇതിനുശേഷം സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദിലേക്ക് വീണ്ടും പോയി അതിനെ ചുംബിക്കാൻ പറ്റുമെങ്കിൽ ചുംബിക്കൽ നമ്മൾ പറഞ്ഞു, അത് നോക്കേണ്ട കാര്യമില്ല. ഇനി അത് സ്പർശിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഒന്നുമില്ലെങ്കിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് കൈ കാണിച്ചു അയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചു പോകും. ഇനി അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ അത് ഒഴിവാക്കാം, അതൊരു കുഴപ്പമില്ല. അത് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ശേഷം നമ്മൾ അവസാനത്തെ റുക്കൻ സഅയ് ചെയ്യാൻ വേണ്ടി പോവുക. സഅയ് എന്ന് പറയുന്ന സഹോദരങ്ങളെ, സഫ മർവ കുന്നിനിടയിലുള്ള നടത്തമാണ് സഅയ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പോകേണ്ടത് സഫയിലേക്കാണ്. സഫയിൽ നിന്നാണ് സഅയ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതും അങ്ങനെയാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായും സഫ മർവ അല്ലാഹുവിന്റെ ദീനി ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത വ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ, ആരെങ്കിലും ഹജ്ജോ ഉംറോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയിൽ നടക്കുന്നത് സഅയ് ചെയ്യുന്നത് അവന് യാതൊരു കുഴപ്പവുമില്ല. വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, ആരെങ്കിലും ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങേയറ്റം ഷാക്കിറും അലീമുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറിയ പ്രതിഫലങ്ങൾക്ക് അള്ളാഹു തആല ചെറിയ അമലുകൾക്ക് പ്രതിഫലം നൽകുന്ന അവനാണ്, അലീമാണ്, എല്ലാം അറിയുന്നവനാണ് എന്നാണ്. ഇപ്പോൾ സഹാബികൾക്ക് ആദ്യം ഈ ഭാഗത്ത് പഴയ കാലത്ത് ജാഹിലിയത്തിൽ അവിടെ ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സഹാബികൾക്ക് ഇതിലൂടെ നടക്കാൻ ചില പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തൊക്കെ പോയി. ഇനി
അത് നടക്കുന്നതോട് യാതൊരു കുഴപ്പവുമില്ല. ഫലാ ജുനാഹ അലൈഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്ത് എന്ത് ചെയ്യുക, ഒരാൾ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് പാരായണം ചെയ്യാൻ പറ്റുന്ന ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ല എന്നെങ്കിലും സഫയിലേക്ക് നടക്കുന്ന വേളയിൽ എന്ത് ചെയ്യുക, ഒരാൾ പാരായണം ചെയ്യുക. അപ്പോൾ സഫയിലേക്ക് കയറിയാൽ സഹോദരങ്ങളെ, നമ്മളിന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഇതുവരെ പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുന്നുകളായിട്ടൊന്നും അവശേഷിക്കുന്നത് കാണുകയില്ല. അവിടെ മുഴുവൻ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ആയി ഭംഗിയിലാണുള്ളത്. എന്നാൽ മലയുടെ ഒരൊറ്റ ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. മലയുടെ ഒറ്റ ഭാഗം അവിടെ കാണാൻ പറ്റുന്നതാണ്. സഫയിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കയറി നിൽക്കുക. ആ സഫയുടെ കുന്നിൻ്റെ അടുത്ത് നിൽക്കുക. എന്നിട്ട് കിബിലയിലേക്ക് തിരിയുക. കിബിലയിലേക്ക് തിരിഞ്ഞാൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സഹോദരങ്ങളെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന പ്രാർത്ഥന, എന്ന ദിക്ർ, ഇത് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ കഅബയുടെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പറയേണ്ടതുണ്ട്. ഈ 3 പ്രാവശ്യം പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ദുആ ചെയ്യാവുന്നതാണ്. അത് ഒരു പ്രാവശ്യം ഇത് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യുക, പിന്നീട് ഒന്നുകൂടി പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ദുആ ചെയ്യുക, പിന്നീട് ഒന്നുകൂടി ഇത് പറഞ്ഞാൽ 3 പ്രാവശ്യമായി. അതിനുശേഷം ഒരാൾക്ക് അവിടെ നിന്നും മറവയിലേക്ക് നടക്കാൻ ആരംഭിക്കാവുന്നതാണ്. ഇത് തിരക്കും മറ്റുമൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് നേരം നിൽക്കാൻ സാധിക്കുകയില്ല. കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും ഒരുപാട് തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ പോലീസുകാരെന്ത് ചെയ്യും, നിങ്ങളോട് നീങ്ങിപ്പോകാൻ പറയും. നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം ഘട്ടങ്ങളിൽ അവരോട് പ്രത്യേകിച്ച് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരവരുടെ ബാധ്യതയാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ തിരക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം നിയമങ്ങൾക്ക് വിധേയമാകുക, അതിനെ പാലിക്കുക, കൃത്യമായി പാലിക്കുക. നമ്മൾ നല്ല നീയത്തോടു കൂടിയാണ് പോകുന്നത്. നമുക്ക് സാധിക്കുന്ന അത്ര ദുആ ചെയ്യണം എന്നൊക്കെ നീയത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. സാധിക്കുമെങ്കിൽ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഒന്ന് മാറി നിന്നാലേക്ക് ഇത് പറ്റാവുന്നതാണ്. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദീർഘമായി ദുആ ചെയ്യാം. സാധിക്കുന്ന അത്ര സമയം എടുക്കുക. തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ, എളുപ്പമാണെങ്കിൽ ആ രൂപത്തിൽ ദുആ ചെയ്യാം. ഇത് സഹോദരങ്ങളെ 3 പ്രാവശ്യം ആവർത്തിക്കും. ഇതിനിടയിൽ ദുആ ചെയ്യും. ശേഷം സഫയിൽ നിന്നും മറവയിലേക്ക് നടക്കുക. സഫയിൽ നിന്നും മറവയിലേക്ക് നടക്കുന്നതിനിടയിൽ സഫയുടെ അടുത്ത ഭാഗത്തായിട്ട് താഴേക്ക് ഇറങ്ങിയാൽ, പഴയ കാലത്ത് താഴ്വരയായി നിന്ന ഭാഗമുണ്ട്. ഇന്ന് ആ ഭാഗത്ത് പച്ച കളർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് അല്പം വേഗതയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓടൽ സുന്നത്തുണ്ട്. അപ്പോൾ ആ പച്ച കളർ ലൈറ്റ് എത്തുന്ന സമയത്ത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കുറച്ച് വേഗത്തിൽ ഓടുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതിന് സാധിക്കാത്ത ആൾക്കാരുണ്ട്, മുട്ടുവേദനയുണ്ട്, പ്രയാസമുണ്ട്, കുഴപ്പമില്ല, അവർക്ക് ഒഴിവാക്കാവുന്നതാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾ ഓടേണ്ടതില്ല, പുരുഷന്മാർക്ക് സുന്നത്താണ്. അതിനുശേഷം വീണ്ടും അവർക്ക് മറവയിലേക്ക് നടക്കാവുന്നതാണ്. ഇവിടെയും സഹോദരങ്ങളെ പ്രത്യേകിച്ചൊരു ദിക്റോ ദുആയോ പഠിപ്പിച്ചിട്ടില്ല. ഏത് ദിക്റുകളും ഏത് ദുആകളും ആവശ്യമുള്ള ദുആകളൊക്കെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ വെച്ച് ദുആ ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതേപോലെ ഇവിടെ എത്തും, മറവയിലേക്ക് എത്തുന്നതാണ്. മറവയിലേക്ക് എത്തിയാലും സഫയിലെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. തുടക്കത്തിലുള്ള ആയത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടതില്ല. അതേപോലെ ആയത്തിന് ശേഷം നബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹു ആരംഭിച്ചതുപോലെ ആരംഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും തുടക്കത്തിൽ സുന്നത്താണ്. അതൊന്നും ഇവിടെ സുന്നത്തില്ല. പക്ഷേ ഈ ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ, അത് 3 പ്രാവശ്യം ചൊല്ലുക. അതിനിടയിൽ ദുആ ചെയ്യുക എന്നുള്ളത് മറവയിൽ സുന്നത്താണ്. ഈ സഹോദരങ്ങളെ, മറവയിൽ നിന്നും ഇതേപോലെ നമ്മൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാണ് നിൽക്കേണ്ടത്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയും അവിടെ നമുക്ക് കാബ കാണാൻ സാധിക്കുകയില്ല. കാരണം ആ ഭാഗത്ത് ബിൽഡിങ് കവർ ചെയ്തിട്ടാണുള്ളത്. നമുക്ക് സഫയിൽ നിന്നും നമുക്ക് കാബയെ കണ്ടുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റും. അതാണ് സുന്നത്ത്. മറവയിൽ നമുക്കതിന് സാധിക്കുകയില്ല, നമുക്ക് കാബ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് കിബില എങ്ങോട്ടാണെന്ന് അറിയാം. താഴെയുള്ള ടൈൽ എങ്ങനെയാണ് വിരിച്ചിരിക്കുന്നത് നോക്കിയാൽ അത് കിബിലക്ക് നേരെ ആയിരിക്കും. അതിലേക്ക് നേരെ നിന്ന് ആ ഭാഗത്തേക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യാം. അതേപോലെ തന്നെ മറവയുടെ ഭാഗത്ത് കുറച്ച് തിരക്ക് കൂടുതലാണ്. അവിടെ അധികം നേരം നിൽക്കാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരുപാട് നേരം പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം 3 പ്രാവശ്യം ചൊല്ലൽ, അതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ആവശ്യമുള്ള ചില ദുആ ചെയ്തുകൊണ്ട് അവിടുന്ന് പിരിയാവുന്നതാണ്. നേരെ മറവയിലേക്കാണ്. ഇപ്പോൾ സഫയിൽ നിന്ന് മറവയിലെത്തി, ഒരു ചുറ്റായി, ഒന്നായി. തിരിച്ച് മറവയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. തവാഫ് പോലെ ഒരു റൗണ്ട് ആവേണ്ടതില്ല. സഫയിൽ മറവയിലെത്തിയാൽ ഒന്നായി. ഇതൊക്കെ അറിയാത്ത ചില ആൾക്കാരുണ്ടാവും. മറവയിൽ നിന്നും പിന്നീട് സഫയിലെത്തിയാൽ അത് രണ്ടായി. അഥവാ മറവയിൽ 1, 3, 5 അവസാനത്തെ 7 മറവയിലായിരിക്കും. സഫയിൽ നമ്മൾ തുടങ്ങിയത് മുതൽ പിന്നീട് 2, 4, 6 ഒക്കെ ആയിരിക്കും സഫയിൽ ഉണ്ടാവുക. അപ്പം ഇതിനിടയിലുള്ള കാര്യത്തിലൊക്കെ ദിക്റുകളും ദുആക്ക് അങ്ങനെ തന്നെയാണ്. ഈ പച്ച കളർ ലൈറ്റുള്ള സ്ഥലത്ത് തിരിച്ചു പോകുമ്പോഴും മറവയിൽ നിന്ന് സഫയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഓടേണ്ടതുണ്ട്. ഇതൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓടൽ സുന്നത്താണ്. അങ്ങനെ മറവയിലെത്തുന്നു. ഇതേ കാര്യങ്ങൾ തന്നെ സഹോദരങ്ങളെ 7 പ്രാവശ്യം ഇത് നടക്കുന്നു. 7ാമത്തെ പ്രാവശ്യം നമ്മൾ പൂർത്തിയാക്കുന്നത് മറവയിലാണ്. മറവയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉംറയുടെ റുക്ന് പൂർത്തിയായി. പിന്നീട് നമുക്കുള്ളത് എന്തുമാത്രമാണ്? തഹല്ലുലാവുക
എന്ന് പറയുന്ന കാര്യമാണ്. തഹല്ലുലാകുക എന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ ചെയ്യേണ്ടത്. തഹല്ലുലാകണമെങ്കിൽ അത് മറുവയിൽ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. ചില ആളുകൾ അവിടെ തന്നെ വെച്ച് ബാർബർ ഷോപ്പ് ആക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടുന്ന് തഹല്ലുലാകാം. നമുക്ക് റൂമിൽ പോയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബാർബർ ഷോപ്പിൽ പോയിട്ട് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, തല മുണ്ടനം ചെയ്യുക, പൂർണ്ണമായി വടിച്ചു കളയുക, ട്രിമ്മർ ഉപയോഗിച്ചിട്ടല്ല, ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി വടിച്ചു കളയുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മുഹല്ലിഖീങ്ങൾക്ക് വേണ്ടി 3 പ്രാവശ്യം, തലവടിച്ച ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ദുആ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പ്രാവശ്യവും തലവടിക്കാത്ത മുറിച്ച മാത്രം ആളുകൾ, നമ്മൾ മുഖസ്സിരി മുറിച്ച ആളുകൾക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാക്കിയില്ല, ദുആ ചെയ്തിട്ട് 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ തല മുണ്ടനം ചെയ്യാതെ മുറിച്ച ആളുകൾക്കും, മുടി മുറിച്ച ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അഫ്ളൽ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ തല മുണ്ടനം ചെയ്യുക. എന്നാൽ ഒരാൾക്ക് മറ്റു വല്ല കാര്യങ്ങളും ഉണ്ട്, അല്ലെ, ജോലിയും മറ്റേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി ഉംറ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് മുറിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, കറാഹത്തായ കാര്യമൊന്നുമല്ല. മറിച്ച് ഒരാൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒരുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഒരാൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. സഹോദരങ്ങളെ, ഇതോടുകൂടി ഒരാളുടെ ഉംറ പൂർത്തിയായി. ഇവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവൾക്ക് ഒരു വിരൽ തുമ്പിന്റെ അത്ര മാത്രം അവളുടെ മുടിയുടെ അടിഭാഗത്ത് നിന്ന്, അഗ്രഭാഗത്ത് നിന്ന് മുറിച്ചാൽ മതി. ഒരു വിരൽ തുമ്പിന്റെ അത്ര മാത്രം, ഒരുപാടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിരൽ തുമ്പിന്റെ അത്ര മാത്രം എല്ലാ മുടിയും ഒരുപോലെ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുക. അത് അവൾക്ക് അവരുടെ റൂമിലെത്തിയിട്ട് ചെയ്താലും മതി. അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ സ്ത്രീകൾ വിചാരിക്കേണ്ടതില്ല. റൂമിലെത്തിയതിനു ശേഷം ഒരാളോട് പറഞ്ഞു, ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുക, മറ്റൊരാൾ അടുത്ത ആൾക്ക് ചെയ്തു കൊടുക്കുക. ആ രൂപത്തിൽ സ്ത്രീകൾ പരസ്പരം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അതോടുകൂടി ഉംറയിൽ നിന്നും തഹല്ലുലായി. ഇനി നേരത്തെ എന്തൊക്കെ കാര്യമാണോ നിഷിദ്ധമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞത്, അതൊക്കെ ഹലാലായി. ഒരാൾക്ക് വസ്ത്രമൊക്കെ മാറ്റി സാധാരണ രീതിയിലേക്ക് ആക്കാം. സ്ത്രീകൾക്ക് അതിനുശേഷം പിന്നീട് വരുമ്പോഴൊക്കെ നിക്കാബും കയ്യൂറൊക്കെ ധരിക്കാം. പുരുഷന്മാർക്ക് തൊപ്പിയും കമീസും ഷർട്ടും പാൻറ്റും ഒക്കെ ധരിക്കാം. ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും പഴയ നിലക്കായി എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി പൊതുവായ ചില നിർദ്ദേശങ്ങൾ കൂടി, ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അതിലൊന്നാമത്തേത്, പൊതുവേ നമ്മൾ പാക്കേജിൽ മറ്റുമൊക്കെ ആയിരിക്കും നാട്ടിലെ ആളുകൾ പോവുക. അതുകൊണ്ട് കുറച്ചധികം ദിവസം കഴിയും. അപ്പം അവിടെ നിന്നൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരുമ്പോൾ രാവിലെ വന്ന് ചിലപ്പോൾ വൈകുന്നേരം തിരിച്ചു പോകും. എന്നാൽ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കുറേ ദിവസത്തിനേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ശരിക്കും മുതലാക്കാൻ, ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധിക്കുന്നത്ര തവാഫ് ചെയ്യണം. സാധിക്കുന്നത്ര ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ 7 ചുറ്റാണ്. സാധിക്കുന്നത്ര തവാഫ് ചെയ്യണം. ആരാണ് അങ്ങനെ തവാഫ് ചെയ്യുന്നത്, അവനൊരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തവാഫ് ചെയ്യാൻ. താഴെ നിന്ന് പറ്റിയിട്ടില്ലെങ്കിൽ മുകളിൽ തവാഫ് ചെയ്യാം. അത് പരമാവധി വർദ്ധിപ്പിക്കാം. തവാഫ് എന്ന് പറയുന്നത് കാബയിലല്ലാതെ മറ്റെവിടെയും ലഭിക്കുകയില്ല. സാധിക്കുന്ന രൂപത്തിൽ അങ്ങനെ. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇഹ്റാം കെട്ടേണ്ട ആവശ്യമില്ല. തവാഫ് ചെയ്യാൻ ഇനി ഇഹ്റാം കെട്ടേണ്ട ആവശ്യമില്ല. സാധാരണ വസ്ത്രത്തിൽ തന്നെ ഒരാൾക്ക് തവാഫ് ചെയ്യാം. അത് മുകളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ പറ്റുന്നുണ്ടാവുള്ളൂ, അത് ചെയ്യാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ഹറമിൽ നിന്ന് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 1 ലക്ഷമാണ് പ്രതിഫലം. 1 ലക്ഷമാണ് പ്രതിഫലം വരുന്നത്. അതേപോലെ തന്നെ സുന്നത്തുകളും, അല്ല, നമ്മൾ കുറേ ദിവസത്തേക്ക് പോകുമ്പോൾ നമുക്ക് സുന്നത്തുകളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ചത്തേക്കൊക്കെയാണ് പോകുന്നത്. അത് റവാത്തിബ് സുന്നത്തുകളാകട്ടെ, തഹിയ്യത്തുൽ മസ്ജിദ് ആകട്ടെ, പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സുന്നത്തുകൾക്കും ഈ പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോൾ സുന്നത്തുകൾക്കും ഈ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സുന്നത്തുകൾ നമ്മൾ പരമാവധി നിർവഹിക്കുക. അതേപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. മറ്റു ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നതിനേക്കാളും ഈ ദിവസത്തിൽ കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഹറമിലാണുള്ളത്. കൂടുതൽ പ്രതിഫലമുണ്ട് ഇബാദത്തുകൾക്ക്. ഇപ്പോൾ ഖുർആൻ പാരായണത്തിന് 1 ലക്ഷം അങ്ങനെ പ്രതിഫലത്തിന്റെ കണക്ക് വന്നിട്ടില്ല. നിസ്കാരത്തിന് മാത്രമാണ് 1 ലക്ഷത്തിന്റെ കണക്ക് വന്നിട്ടുള്ളത്. ഖുർആൻ പാരായണത്തിന് കണക്ക് വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളത് സലഫുകളുടെ ഏകാഭിപ്രായമായ കാര്യമാണ്. അവരൊക്കെ ഒരുപാട് കൂടുതൽ പാരായണം ചെയ്തു എന്ന് കാണാൻ സാധിക്കും. മഹാനായ പല സ്വഹാബികളും, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ആ നാട്ടിൽ വെച്ചുള്ള ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഉംറ കഴിഞ്ഞാൽ പിന്നീട് ഒരു ആഘോഷ പ്രതീതിയാണ്. പിന്നീട് ഷോപ്പിങ്ങുകൾ, ഭക്ഷണം, ഇത് ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയി, അതുപോലെ ഒരുപാട് കറക്കങ്ങളായി. അല്ല, ഈ പറയുന്ന ദിവസം നമ്മുടെ ജീവിതത്തിലുള്ള വളരെ കുറഞ്ഞ ദിവസമാണ്. നമുക്ക് 10 ദിവസം 14 ദിവസം ആകെ കിട്ടും. ചില ആളുകളെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ പിന്നെ ഒരിക്കൽ വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അതിലുണ്ടാകും. അപ്പം അത്രയും ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ ഒരു സ്ഥലത്താണ് ഉള്ളതെന്ന് ബോധ്യത്തോടു കൂടി ഖുർആൻ പാരായണം, ദുആ, നിസ്കാരങ്ങൾ അത് പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ സംസം വെള്ളം ധാരാളമായി കുടിക്കുക. കാരണം സംസം വെള്ളത്തിൽ ബറക്കത്തുണ്ട്, രോഗങ്ങൾക്കുള്ള ഷിഫയുണ്ട്. അതേപോലെ തന്നെ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ദുആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുആ ചൊല്ലിയാൽ അതിന് പെട്ടെന്ന് പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ
ഇത് പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടാകും. ആളുകൾ വിചാരിക്കുന്ന ഉംറയുടെ എന്തോ ഭാഗമാണ് ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉംറയുടെ ഒരു ഭാഗമല്ല അത്, ഉംറയുടെ ഒരു സുന്നത്ത് പോലും അല്ല അത്. പൊതുവിൽ നമ്മൾ എവിടെയും ഒരു സ്ഥലം കാണാൻ പോകുന്നത് പോലെ ജായിസ്, അനുവദനീയം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം, ഒരു മുസ്തഹബായതോ നേരിയ നിലക്കെങ്കിലും ഒരു പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമായ ഒരു കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹയിൽ പോലും പിന്നീട് അവിടുന്ന് പോയതായി യാതൊരു രേഖയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വർഷത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തോ ഒരിക്കലും പിന്നീട് അവിടുന്ന് പോയിട്ടില്ല. സ്വഹാബികൾ ആരും ഇങ്ങനെ ഹിറാ ഗുഹയെ ഉദ്ദേശിച്ചുകൊണ്ട് കയറിപ്പോയി കഷ്ടപ്പെട്ടു വന്നു, സൗർ ഗുഹയിൽ കയറിപ്പോയി കഷ്ടപ്പെട്ടു വന്നു, അങ്ങനെ അവിടെ പോയി ഇവിടെ പോയി, ഇതൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരാൾ സാധാരണ നിലക്കൊരു സ്ഥലം കാണുന്നത് പോലെ ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് പോകാമെന്നല്ലാതെ ഇതിലൊന്നും പ്രത്യേകം പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ പ്രതിഫലം പറഞ്ഞിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ചില ആളുകൾ അവിടെ എത്തി, ഹിറാ ഗുഹയിലെത്തി, അവിടെ 2 റക്അത്ത് നിസ്കാരം. ഇത് ബിദ്അത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നില്ല. അവിടെ 2 റക്അത്ത് സുന്നത്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഇത് സമയം പാഴാക്കലാണ്. ഇതിനു വേണ്ടി 2-3 ദിവസങ്ങൾ ഇങ്ങനെ പാക്കേജ് അവിടെ പോയി ഇവിടെ പോയി കറങ്ങുക അല്ല. ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഹറമിന്റെ അടുത്ത് കിട്ടിയാൽ പരമാവധി ഹറമിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. കാരണം കുറഞ്ഞ ദിവസമാണ് അവർ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ വന്നു കഴിഞ്ഞാൽ, അയിമ്മത്തുകൾ വന്നു കഴിഞ്ഞാൽ അവർ പരമാവധി ഹറമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഹറം പ്രദേശത്ത് ചെയ്യുന്ന തിന്മകൾക്ക് മറ്റുള്ള പ്രദേശത്ത് നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ചെയ്യുന്ന തിന്മകളെക്കാൾ കുറ്റം കൂടുതലാണ്. അതുകൊണ്ട് നിഷിദ്ധങ്ങളുടെ കാര്യം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ സഹോദരങ്ങളെ, ഹജ്ജിന്റെ ഉംറയുടെ ഭാഗമല്ല മദീന സന്ദർശനം. ഹജ്ജോ ഉംറയുടെ റുക്കുനോ അതിന്റെ സുന്നത്തുകളോ അല്ല മദീനയിൽ പോയി ഒരാൾ സന്ദർശിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ മൗദൂആയ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് അവൻ മദീനയിൽ വന്നിട്ടില്ലെങ്കിൽ അവൻ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. യാതൊരു ഹദീസുകളുമില്ല. എന്നാൽ മദീനയെ ലക്ഷ്യം വെച്ച് ഒരാൾക്ക് യാത്ര ചെയ്യാമോ? യാത്ര ചെയ്യാം. കാരണം യാത്ര ചെയ്യാൻ 3 സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ദീനിലുള്ളൂ പുണ്യം പ്രതീക്ഷിച്ചിട്ട്. 1 മസ്ജിദുൽ ഹറമാണ്, 2 മസ്ജിദുൽ നബവിയാണ്, 3 മസ്ജിദുൽ അഖ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് അത് തിരിച്ചു നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ മദീനയിലേക്ക് ഒരാൾക്ക് ലക്ഷ്യം വെച്ച് പോകാം. കാരണം അവിടെ 1000 പ്രതിഫലമുണ്ട് ഒരു നിസ്കാരത്തിന്. 1000 പ്രതിഫലം മദീനയിലേക്ക് പോകുന്നതിനുണ്ട്. അപ്പൊ മദീനയിലേക്ക് ഒരാൾക്ക് അത് ലക്ഷ്യം വെച്ച് പോകാം. അങ്ങനെ മദീനയിലെത്തിയാൽ അവിടെയുള്ള സുന്നത്ത് എന്താണ്? മദീനയിലെത്തിയാൽ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാം പറയാം. എന്താണ് സലാം പറയൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അള്ളാഹു താലയോട് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. പലർക്കും ചിലപ്പോൾ അത് അറിയില്ല. സലാം പറയാന്ന് പറഞ്ഞാൽ എന്തോ അങ്ങോട്ട് ചോദിക്കുന്നത് പോലെയാണ് ചിലർ ധരിക്കുന്നത്. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണത്. അതിനുശേഷം അല്പം മുന്നിലേക്ക് എത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖിന് സലാം പറയാം. അല്പം മുന്നിലേക്ക് എത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ അവിടുന്ന് എന്ത് ചെയ്യാം? സലാം പറയാം. ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. മസ്ജിദുൻ നബവിയിൽ പരമാവധി നിസ്കാരം അവിടെ നിർവഹിക്കുക. അവിടെ നിസ്കാരത്തിന് 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇനി സഹോദരങ്ങളെ, മദീനയിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹോട്ടൽ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ വുളു എടുത്തുകൊണ്ട് മസ്ജിദ് ഖുബാ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി മസ്ജിദുൽ ഖുബയിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. അത് മദീനയിലെത്തിയ ആളുകൾക്കാണ്. മദീനയിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വുളു എടുത്ത് അവൻ 2 റക്അത്ത് സുന്നത്ത് എന്ത് ചെയ്യുക? അതേത് സുന്നത്താകട്ടെ, പ്രത്യേകം ഏതിൽ തഹിയത്തുൽ മസ്ജിദ് ആകട്ടെ, ഏത് സുന്നത്താകട്ടെ, അതൊരാൾ നിർവഹിച്ചാൽ ഒരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ്. ഇതേപോലെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ, പ്രധാനമായി ആളുകൾക്ക് ചോദിക്കുന്ന സംശയങ്ങൾ ഉള്ളത് കൊണ്ട് പറയാൻ ചില കാര്യങ്ങൾ കൂടി. ഒന്ന്, ആളുകൾ ചോദിക്കാറുള്ളത് മക്കയിൽ മസ്ജിദുൽ ഹറം മുഴുവനും, അത് സഹോദരങ്ങളെ, ഹറം മുഴുവനും മസ്ജിദുൽ ഹറം എന്നുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മുൻഗാമികൾ ഉൾപ്പെടെ ആധുനികരായ പണ്ഡിതന്മാരെല്ലാം അയിമ്മത്തുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. മസ്ജിദുൽ ഹറം മുഴുവനും അത് ഹറമിന്റെ പ്രതിഫലം തന്നെ ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ മക്കത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അഫ്ളൽ മസ്ജിദുൽ ഹറമിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം കൂടുതൽ ജമാഅത്തുള്ളതാണ്, കാബയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന അഫ്ളലാണ്. പക്ഷെ ഒരാളുടെ റൂമിന്റെ അടുക്കൽ, അയാൾ അസീസിയിൽ താമസിക്കുന്ന ആളാകട്ടെ, അതല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലാകട്ടെ, അതൊക്കെ ഹറം പ്രദേശത്തിന്റെ അകത്താണെങ്കിൽ അവിടെ ഏതൊരു മസ്ജിദിൽ നിസ്കരിച്ചാലും അയാൾക്ക് 1,00,000 പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. 1,00,000 പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, റമളാൻ മാസമൊക്കെ ആകുന്ന സമയത്ത് ഹറമിലേക്ക് ആളുകൾ വളരെ തിക്കിത്തിരക്കി പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്ത മസ്ജിദിലേക്ക് പോയാൽ മതിയോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, തൊട്ടടുത്ത മസ്ജിദുകളിലേക്ക് പോയാൽ മതിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി വന്നത് ദുൽഹിജ്ജ 4-നാണ്. ഉംറ നിർവഹിച്ചതിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അവിടുന്ന് ഖാരിനായിട്ടാണ് ഹജ്ജ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ തവാഫ് അൽ ഖുദൂം ചെയ്തതിന് ശേഷം തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പിന്നീട് അത്രയും ഹജ്ജ് തുടങ്ങുന്നത് വരെയുള്ള സമയത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിലേക്ക് പോയിട്ടില്ല. തൊട്ടടുത്തുള്ള ഹറം പ്രദേശത്ത് നിന്ന് തന്നെയാണ് നിസ്കരിച്ചത്. ആധുനികരായ പണ്ഡിതന്മാരെ കുറിച്ചിട്ടും ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഉദ്ധരിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം, ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുമുള്ള പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം റമളാനിലോ മറ്റൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അസീസിയയിൽ താമസിച്ചാൽ അവിടെയുള്ള മസ്ജിദിലാണ് അവർ പോയിരുന്നത്. ഇത് പറയുന്നത് സഹോദരങ്ങളെ, ഒരാൾക്ക് സാധിക്കുമെങ്കിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ചില ആളുകളെങ്കിലും വളരെ പ്രായം ആധിക്യം കാരണത്താലോ ബുദ്ധിമുട്ടുകൾ കാരണത്താലോ അവർക്ക് എല്ലാ വക്തിലും മസ്ജിദുൽ ഹറമിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അവർ മനസ്സിലാക്കുക, നിങ്ങൾ ഹറം പ്രദേശത്താണെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള മസ്ജിദിൽ നിസ്കരിക്കുന്നതിന് 1,00,000 പ്രതിഫലമുണ്ട്. 1,00,000 പ്രതിഫലമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകേണ്ടതില്ല. തൊട്ടടുത്ത മസ്ജിദ് നിസ്കരിക്കുന്നതിന് 1,00,000 പ്രതിഫലമുണ്ട് എന്ന് പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ ഫത്വ പറഞ്ഞത് കാണാൻ സാധിക്കും. അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുക, സ്ത്രീകൾ എവിടെ എത്തിയാലും അവർക്ക് ഏറ്റവും ഹൈറ് അവരുടെ ഹോട്ടൽ റൂമിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നോ നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മസ്ജിദിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ അവളെ തടയാൻ പാടില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അള്ളാഹുന്റെ അടിയാത്തുകളെ മസ്ജിദുകളെ തൊട്ട് തടയാൻ പാടില്ല. അവർ ചോദിച്ചാൽ അനുവദിക്കണം, വിടാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുൻ, വീടുകളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഖൈർ. അത് എവിടെ എത്തിയാലും അത് തന്നെയാണ് ഖൈർ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവൾ ആ നാട്ടുകാരിയല്ല, അവൾക്ക് ഹറമിൽ പരമാവധി പോകാൻ ആഗ്രഹവും മറ്റുമൊക്കെ ഉണ്ട്. അവൾ പോവുകയാണെങ്കിൽ നല്ലതാണ്, അത് യാതൊരു കുഴപ്പവുമില്ല. അവൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ വക്തുകൾക്കും അവർക്ക് പോകാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അവർക്ക് ഖൈറ് അവർ താമസിക്കുന്നിടത്ത് തന്നെ നിസ്കരിക്കലാണ്. കാരണം പ്രത്യേകിച്ചും ഭയങ്കരമായ തിരക്കുകളൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഹറമിലെത്തിയാൽ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കേണ്ടതില്ല. പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അവർക്ക് ഹറം പ്രദേശത്താണോ അവർക്ക് അവരവരുടെ ഹോട്ടൽ റൂമിൽ വെച്ച് നിസ്കരിച്ചാലും 1,00,000 പ്രതിഫലമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തിന് പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർക്ക് പ്രതിഫലമുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിലാണെങ്കിൽ നമ്മളിവിടെ വെച്ച് ഇപ്പോൾ ഇശാ നിസ്കരിക്കുമ്പോൾ നമുക്ക് 27 ഇരട്ടി പ്രതിഫലം കിട്ടും. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാലും അവർക്ക് സമാനമായ പ്രതിഫലമാണ്. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുൻ, അവർക്ക് വീട്ടിൽ നിസ്കരിക്കുന്നത് ഖൈറാണെന്നാണ് പറഞ്ഞത്. അവർക്കൊരു പ്രതിഫലം കുറയുന്നില്ല ഇവിടെ വന്ന് ജമാഅത്ത് നിസ്കരിക്കാത്തതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഹറമുകളിൽ. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ 1,00,000 എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഇനി മദീനയിലെത്തിയാൽ 1000 എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, പേടിക്കേണ്ടതില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഖൈറതാണ്, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളെ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ തടയാനും പാടില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നീട് ഒരു മസ്അല കൂടി സഹോദരങ്ങളെ, ആവർത്തിച്ച് ഒരു യാത്രയിലുള്ള ഉംറ, നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഒരു യാത്രയിൽ തന്നെ ഒരുപാട് ഉംറ നിർവഹിക്കാറുണ്ട്, ഒന്നിലധികം ഉംറ നിർവഹിക്കാറുണ്ട്. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഒന്നിലധികം ഉംറ നിർവഹിക്കാമോ എന്നുള്ളത്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒന്നിലധികം ഉംറ നിർവഹിക്കുന്ന ആളുകൾ 2 രൂപത്തിൽ കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അവരെ മക്കയിൽ എത്തിയതിനു ശേഷം ഉംറ കഴിഞ്ഞതിന് ശേഷം മറ്റെവിടെയെങ്കിലൊക്കെ യാത്ര പോയിട്ട് വീണ്ടും ഉംറ നിർവഹിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവിടുന്ന് വീണ്ടും ഉംറ മാത്രം ഉദ്ദേശിച്ച് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മക്കയുടെ ഹില്ലിലേക്ക് പോയി ആയിഷ പള്ളിയിലൊക്കെ പോയി ഉംറ ചെയ്യുന്ന ആളുകളാണ്. 2 രൂപത്തിലുണ്ട്. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിന് അത് അനുവദനീയമായ കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ മക്കത്തെത്തിയ ഒരാൾക്ക് മദീനയിലേക്ക് പോകണം. മദീന പള്ളി കാണാനും അവിടെ നിസ്കരിക്കാനും ഒക്കെയാണ്. അതൊരു യാത്രയാണ് സ്വാഭാവികമായിട്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ഉംറ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ആദ്യത്തെ ഉംറ എനിക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ മദീനയിൽ നിന്ന് വീണ്ടും ദുൽഹുലൈഫയിൽ നിന്നും ഇഹ്റാം ചെയ്തുകൊണ്ട് ഉപ്പക്ക് വേണ്ടിയോ ഉമ്മക്ക് വേണ്ടിയോ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയോ അവർക്ക് ഉംറ ചെയ്യാവുന്നത്, അത് അനുവദനീയമാണ്. ഇനി ഒരാൾ തായിഫിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തായിഫിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഭംഗിയുള്ളൊരു സ്ഥലം കാണുക, നല്ല കാഴ്ച സുന്ദരമായ സ്ഥലമാണ്, ഒരാൾക്ക് അനുവദനീയമായ കാര്യമാണ് അങ്ങനെ പോവുക എന്നുള്ളത്. അപ്പോൾ അയാൾ അതിനുവേണ്ടി തായിഫിൽ പോയി അങ്ങനെ സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ അയാൾ വീണ്ടും എന്ത് ചെയ്യാൻ, വീണ്ടും ഉംറ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഉംറ മാത്രം ഉദ്ദേശിച്ചിട്ട് മദീനത്ത് പോയി വീണ്ടും വരിക, തായിഫിൽ പോയി വരിക, അങ്ങനെ ചെയ്യേണ്ടതില്ല. അവരും ഈ മസ്ജിദ് ആയിഷയിൽ പോയി തൻഈമിൽ പോയി ചെയ്യുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവർ ഉംറ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ പോകുന്നത്, അല്ലാതെ അവിടെ കാഴ്ചയും കാണേണ്ട മദീനത്തും പോകണ്ട, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ രണ്ടാമത്തെ വിഭാഗം അങ്ങനെ ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഉംറ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഉംറ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ മനസ്സിലാക്കുക, ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. സലഫി ഉലമാക്കളിൽ തന്നെ ചിലർ ഇത് അനുവദിച്ചിട്ടുണ്ട്, ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറയെ അനുവദിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹജ്ജിന്റെ വേളയിൽ
ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹൈലായ കാരണത്താൽ അവർക്ക് ഉംറ ചെയ്യാൻ തുടക്കത്തിൽ സാധിച്ചിട്ടില്ല. കാരണം ഉംറയും ഹജ്ജും ചെയ്ത് തമത്തുവിന്റെ രീതിയാണ് സ്വഹാബികൾ അധികം സ്വീകരിച്ചത്. അപ്പോൾ അവർക്ക് ഹൈലായ കാരണത്താൽ ഉംറ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവസാന സമയത്ത് അവർ കരയുകയുണ്ടായി. എല്ലാവരും വിട പറഞ്ഞു പോകുമ്പോൾ അവർ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിന്നെ കരയിച്ചത്? അവർ പറഞ്ഞു, ജനങ്ങളെല്ലാം ഉംറയും ഹജ്ജുമായി പോകുമ്പോൾ എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഇഹ്റാം കെട്ടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, തൻഈമിലേക്ക് പോവാണ്. അങ്ങനെയാണ് ഇപ്പോൾ മസ്ജിദ് ആയിഷ എന്ന് പറയുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇഹ്റാം കെട്ടുന്നു. അപ്പോൾ കൂടെ യാത്ര ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്റാണ് റളിയല്ലാഹു അൻഹുമ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ, ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ, അദ്ദേഹമാണ് കൂടെ പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം സുലൈമാൻ റഹീലി റളിയല്ലാഹു പറയാൻ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, വീണ്ടും പോയി ഉംറ ചെയ്യുന്നില്ല. അല്ല, ഒരു അവസരം കിട്ടിയെന്ന് ഉംറ ചെയ്യുന്നില്ല. രണ്ട്, അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ അദ്ദേഹം ചെയ്തതായി യാതൊരു രേഖയുമില്ല. മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരത്തെ കിട്ടാത്തത് കൊണ്ട് മാത്രം ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്, അവിടെ പോയി ഇഹ്റാം കെട്ടി ഉംറ ചെയ്യുകയാണ്. അതുകൊണ്ട് അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമായി പറയാവതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാണ് ഏറ്റവും അഫ്ളലായ ഇത്തിബാ നമുക്ക് അവിടെയാണുള്ളത്. അവിടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ബിദ്അത്ത് ചെയ്തു എന്നൊന്നും പറയേണ്ടതില്ല. കാരണം അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ, സലഫി ഉലമാക്കൾ തന്നെ അത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു രീതി പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഒരു ദിവസം തന്നെ 5 or 10 ഉംറ ചെയ്യുക, അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുക, മെനക്കെടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ഇബാദത്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള വളരെ സംശയമാണ്. കാരണം ഒരുപാട് ഉംറ ചെയ്താലേ ഒരു ഉംറ കിട്ടുകയുള്ളൂ എന്ന രൂപത്തിൽ വരെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ചില മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ഒരു 10 ഒക്കെ ചെയ്താൽ 1 കിട്ടുള്ളൂ. ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. ഇത് അയാളുടെ കണ്ടുപിടുത്താണ്. അല്ലെങ്കിൽ 5 ചെയ്താലേ ഒരു ഉംറയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഡെയിലി 5 ഉംറയൊക്കെ ചെയ്ത് പ്രയാസപ്പെടുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവർ മനസ്സിലാക്കണം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ 4 ഉംറ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും അവിടുന്ന് ഓരോ യാത്രയിലും ഓരോ ഉംറയാണ്. ഇതിൽ ഒരു യാത്രയിൽ ഒരുപാട് ഉംറ ചെയ്തിട്ടില്ല. സ്വഹാബികളിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക. ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിർവഹിക്കാൻ നാം ശ്രമിക്കുക. അതേപോലെ സഹോദരങ്ങൾ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും പോയാൽ നമുക്ക് വളരെയധികം കാണാവുന്ന ഒരു കാര്യമാണ്, ഇരു ഹറമുകളിലും 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം മിക്കതിലും മയ്യിത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മയ്യിത്ത് നിസ്കാരം അത് ശരിക്കും പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം അവിടെ പോയാൽ വളരെ ഹൈറുകൾ നഷ്ടപ്പെടും. മയ്യിത്ത് നിസ്കാരം, അതിൻ്റെ പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകളൊക്കെ പഠിക്കുക. അങ്ങനെ നമുക്ക് വലിയ പ്രതിഫലം, ഒരു ഖിറാത്ത്, ഒരു വലിയ ഉഹുദ് മലയുടെ അത്രയും പ്രതിഫലം കിട്ടുന്നതാണ് ഒരു മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിസ്കാരം ചിലപ്പോൾ 5 ആൾക്കോ 10 ആൾക്കോ വേണ്ടിയിട്ടായിരിക്കും. അത്രയും പ്രതിഫലം കിട്ടും. 5 ആൾക്ക് വേണ്ടി നമ്മൾ നിസ്കരിച്ചു, 10 ആൾക്ക് വേണ്ടി നിസ്കരിച്ചു. ഇത് മസ്ജിദുൽ ഹറമിൽ മസ്ജിദുൽ നബവിയിൽ മിക്ക ജമാഅത്ത് നിസ്കാരത്തിന്റെ അവസാനത്തിലുണ്ട്. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ദുആകളും മറ്റുമൊക്കെ അത് പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ഉംറയും ഹജ്ജും ഒക്കെ ആവർത്തിച്ച് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത സാലിഹായ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.